Namaskaram, Vanakkam, Namaste, Sasyakar. Ladies and gentlemen, boys and girls, a grand teaser launch. Leica Productions, Subhash Karan presents Ashirwad Cinemas, L2E, എമ്പുരാന്റെ ഗ്രാൻഡ് ടീസർ ലോഞ്ചിലേക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളികൾക്കും ഇന്ത്യ മൊത്തമുള്ള എല്ലാ മോഹൻലാൽ ആരാധകർക്കും സ്വാഗതം. Can we have a huge round of applause for everyone who is gathered over here and watching us? എസ്തപ്പാന് ശേഷം Abraham Qureshiയുടെ mass entry. Ladies and gentlemen, a round of applause to welcome the one and only, the unconventional, the complete actor, Mohanlal sir, to the grand release, to the grand teaser release of L2E Emburan. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ബ്രഹ്മാണ്ഡമായ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ലൈക്ക പ്രൊഡക്ഷൻസ് ഫ്രം സുഭാഷ് കരൺ സാർ, അതുപോലെ തന്നെ മലയാളികൾക്കും ഇന്ത്യൻ സിനിമയ്ക്കും നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആശീർവാദ് സിനിമാസ്, രണ്ട് ബിഗ് ബാനേഴ്സ് ഒരുമിച്ച് ചേർന്നു. അതിൽ രസകരമായ ഒരു സംഭവം പറയുകയാണെന്ന് വെച്ചാൽ, ലൈക്ക പ്രൊഡക്ഷൻസിന്റെ വെരി ഫസ്റ്റ് പ്രൊഡക്ഷൻ വാസ് വിത്ത് തലപതി വിജയ് സാർ, and Leica Productions in there, the very first Malayalam production is with Ashirwad Cinemas, and that is with the one and only, the complete actor, Lal Sir. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. I would take the honors. Before that, I would ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഞങ്ങൾക്ക് അതിന് മുമ്പേ പറയാനുണ്ടായിരുന്നു. ഐ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ദാറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മെ വിട്ടുപോയ ഷാഫി എന്ന മികച്ച ഒരു കലാകാരൻ, സംവിധായകൻ, അതോടൊപ്പം തന്നെ ആശീർവാദ് സിനിമാസുമായിട്ട് 25 വർഷത്തോളം സഹകരിച്ച എത്രയോ കലാകാരന്മാർ, ടെക്നീഷ്യൻസൊക്കെ നമ്മളെ ഈ ഒരു യാത്രയിൽ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അവർക്കായിട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സായാഹ്നം തുടങ്ങാം. സോ ഐ വുഡ് റിക്വസ്റ്റ് എവരിവൺ ടു റേസ് എ മിനിറ്റ് in the honor of all the technicians, including our dearest Shafi Sir, before we commence with the inauguration. Thank you everyone. ഔപചാരികമായി ഇന്നത്തെ ഈ ഒരു ഗ്രാൻഡ് ടീസർ ലോഞ്ചിൻ്റെ റിലീസിലേക്ക് നിങ്ങൾ ഏവരുടെയും ശ്രദ്ധ വീണ്ടും ക്ഷണിക്കുകയാണ്. ടു ഡു ദ ഓണേഴ്സ്, ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ശ്രീ തമിൽ കുമരൻ സാർ, ഹെഡ് ഓഫ് ലൈക്ക പ്രൊഡക്ഷൻസ്, ടു കൈൻഡ്ലി ജോയിൻ. I would request, നമ്മൾ ഇത്രയും നാളായിട്ട് എന്താ പറയാ, 4 വർഷങ്ങളായിട്ട് കാത്തിരുന്ന ആ പകർനാട്ടത്തിന്റെ നായകൻ ലാൽ സാറിനെ, ലാലേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. A huge round of applause, ladies and gentlemen, for one and only Sri Mohanlal. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
Srimati Sujitra Mohanlal, Srimati Supriya Prithviraj, Srimati Shanti Anthony, and last but not least, Indian Legends Team Honor, Nikki Das. ഔപചാരികമായ ഉദ്ഘാടനമാണ് നിലവിളക്ക് കൊളുത്തിയിട്ട്. All the first ladies are also here, along with Lal sir and Thirukumaran sir. So it's a pleasure. Embrande journey, it is reaching its culmination, ladies and gentlemen. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലാൽ സാറിന് ശരിക്കും കാര്യങ്ങൾ പറയാനുണ്ട്. ഇല്ല, ചുമ്മാ ലൈറ്റായിട്ട് കാര്യം എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന ലൂസിഫർ ഒപ്പത്തിൻ്റെയൊക്കെ സമയത്ത് ഓരോ വിജയാഘോഷ സമയങ്ങളിലൊക്കെ കൂടെ ഉണ്ടാവാറുണ്ട് ഇവരെല്ലാവരും. അപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് എംപുരാനായിട്ട് കണക്ട് ഉള്ള എന്തെങ്കിലും മെമ്മറീസോ എന്തെങ്കിലും കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ടോ? ഇപ്പം സുശേഷിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന എനിത്തിങ് ലൈക്ക് ആസ് അബുറാൻ ഖുറൈഷി ഫ്രം സ്റ്റീഫൻ നെടുമ്പള്ളി? അങ്ങനെ ഒന്നും പറയില്ല. എനിക്ക് വരുന്നത് whatever, I mean, like I'm not prepared. Okay. So I'll just say what I feel like saying. Yeah. It might not even be related only to Empuran. Perfect. Is that okay? Yeah, everything is fine. Okay. Before I start saying anything about today's important function, Empuran, everything, വേറൊരു കാര്യം പറയാം. Many of you know that ഞാൻ ഇങ്ങനത്തെ ഫങ്ഷൻസിനൊന്നും വരാറില്ല. വന്നിട്ടുണ്ട്, ചില ഫങ്ഷൻസിൽ സംസാരിച്ചിട്ടുമുണ്ട്. ബട്ട് അതെന്താ വെച്ചാൽ ഞാൻ വരുന്ന മുമ്പ് ആൻ്റണീത്ത് ഐ കീപ് ടെലിങ് ഹിം, ആൻ്റണി ഞാൻ വരാം, പക്ഷെ സ്റ്റേജിൽ കയറില്ല, ഒന്നും സംസാരിക്കില്ല. ആൻ്റണി ഓക്കെ ശരി ചേച്ചി എന്നൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ചേച്ചി ഒരു 4 വാക്ക് ഒന്നും മിണ്ടു പ്ലീസ്. ആൻഡ് ഇറ്റ്സ് സച്ച് എ ജോയസ് മൂമെൻറ്റ് ഫോർ എവ്രി വൺ ദാറ്റ് I find it hard to say no. And that's exactly what's happened today. Yes, 2-3 പ്രാവശ്യം ആയ സ്ഥിതിക്ക് I should have prepared and come. I could have and I should have, but it did not happen. So, in the 26th of January, it's a very important day for me. Actually, my heart is still pounding. My mind is racing. I'm just trying to figure out what I need to say. So, 26th of January, I think most of you all know my father was a film producer. And daddy, Ellan 26th of January, ഒരു സിനിമ റിലീസ് ചെയ്യുമായിരുന്നു. So, Anna, it was like happy day for all of us, celebration, not because he's released a film, but because it was my parents' wedding anniversary.
So അത് കഴിഞ്ഞ് many years passed, എൻ്റെ കല്യാണം കഴിഞ്ഞു, and then Ashirwad Cinemas came into being. And when they said that the first film, Narasimham, is going to be released on the 26th of January, exactly 25 years ago from today, that was a very happy moment for me. And for Ashirwad Cinemas to have come from such humble beginnings to being a powerhouse in the industry today, it's only because of, I would say, sheer dedication, passion, and effort of Anthony Perumbavoor and everyone in the Ashirwad family. And I'm very happy to be sharing this moment with all of you. Now, coming to Empuran, we all know Prithvi's talent and Murli Gopi's brilliance is what gave us Lucifer. And now these two guys coming together again, I'm sure that y'all are going to take us deeper into this gripping world of power, deceit, intrigue, and family. And എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ full goosebumps ആണ്. I'm just waiting to see the film on March 27th, right? Yeah, it also falls on the same day as my daughter's birthday, so I'm looking for going to be a double whammy, I'm sure. And what else do I say? So, Ashirwad Cinemas, Anthony Perumbavoor, congratulations on your journey so far, and my prayers and best wishes for an even brighter future ahead. God bless. Thank you. താങ്ക് യു സോ മച്ച്. ഒന്നും പ്ലാൻഡ് അല്ല, ജസ്റ്റ് കാഷ്വലി ചോദിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലാൽസ. ലാൽസറിലേക്ക് ഞങ്ങൾ വരും. താങ്ക് യു സോ മച്ച്. കൈൻഡ്ലി ജോയിൻ. A huge round of applause, ladies and gentlemen, for these wonderful people. They'll be talking to us very soon. ഒരു റിക്വസ്റ്റ് ഉണ്ട്, പ്രൈവറ്റ് ആയിട്ട് ആരും ഇത് ഡിജിറ്റൽ ക്യാമറാസിൽ ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിലും വീഡിയോഗ്രാഫ്സ് ആണെങ്കിലും എടുക്കരുത്. കോപ്പിറൈറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. So, we all are waiting for one particular person. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം, one and only Mammootty Sri Mammootty join ചെയ്യുകയാണ്. A round of applause, a huge round of applause, ladies and gentlemen. ഇതിലേക്ക് മണൽ കയറ്റി വിടല്ലേ. And now I'd like to call upon the director, Sri Prithvi Raj, and the writer, Sri Murli Gopi, onto the stage. ഇത് പോരാ, ഒരു കുറച്ചും കൂടെ ഒരു ഉഷാറായിട്ടൊരു കൈയടി കൊടുക്കണം. ഓൾ ഇൻ ബ്ലാക്ക്, അതാണ് ഞങ്ങൾ എല്ലാവരും ബ്ലാക്കില് വന്നത്. മുരളി ചേട്ടാ, ലൈക്ക് എന്താ പറയുക, രണ്ടുപേർക്കും കൂടെ ചെറുത് തന്നെയാണ്. ലൈക്ക് കഴിഞ്ഞൊരു 4 വർഷമായിട്ട് നിങ്ങളെ ചോദിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. പടം ഓൾമോസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക്, നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുകയാണ്. ഈ ഒരു പെർട്ടിക്കുലർ നിക്ക് ഓഫ് ദി സെക്കൻഡിൽ റൈറ്ററിനും മേക്കറിനും എന്താണ് ജസ്റ്റ് ദിസ് പെർട്ടിക്കുലർ മൊമെന്റ്? നമസ്കാരം. ഈ ഒരു മൊമെന്റിൽ ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ട രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ രാജു എപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു ചെറിയ പടമാണ്. വിഷസ് ലക്ക്, ദാറ്റ്സ് ഓൾ. താങ്ക് യു. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇനിയും ഈ ഈവനിങ്ങിൽ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള മറ്റ് കർത്തവ്യങ്ങളുണ്ട്. സോ ഐ കീപ് ദിസ് സെഗ്മെന്റ് റിയലി ഷോർട്ട്. മുരളി പറഞ്ഞ പോലെ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ടു ഓൾ ദി മീഡിയ പേഴ്സണൽ ഫ്രം ഔട്ട്സൈഡ് ഓഫ് കേരള ഫോർ ഫ്ലൈയിങ് ഇൻ ആൻഡ് making the effort to come and be part of this evening. I promise to keep switching between Malayalam and English as much as I can. Mammootty, thank you so much. ഒരു വളരെ സ്പെഷ്യൽ ഈവനിങ്ങിൽ നമുക്ക് എത്തിച്ചേർന്നതിന്. ആൻഡ് ഒരുപാട് ഞാൻ ഗുരുസ്ഥാനീയത്ത് കാണുന്ന ഒരുപാട് സംവിധായകർ, എഴുത്തുകാർ, നടീനടന്മാർ, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. താങ്ക് യു. ഈ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി ഇനിയിപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല.
അങ്ങനെ ഒരു ഇത്ര ഗംഭീരമായ ഒരു ചടങ്ങിൽ ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തൊരു ടീസർ ഇറക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു സീ. താങ്ക് യു. Thank you so much, Prithvi. Thank you, Sri Murli Gopi. Well, this is a special moment which is coming up, and this special moment won't be complete. എന്താ പറയുക, പെട്ടെന്ന് ഇവിടെ ഇരിക്കുമ്പം എനിക്ക് മുമ്പിലിരിക്കുമ്പോൾ തോന്നുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പേ ആശീർവാദ് സിനിമാസ് തുടങ്ങിയ സമയത്ത് നമ്മുടെ പൂവള്ളി ഇന്ദുചൂടനെ ഇടയ്ക്ക് ഒന്ന് രക്ഷിക്കാനായിട്ട് നന്ദഗോപാൽ മരക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വീണ്ടും മാരാർ വന്നിട്ടുണ്ടായിരുന്നു. സോറി, മൈ മിസ്റ്റേക്ക്. ഇവിടെ വീണ്ടും അടുത്തിവരെ കാണുമ്പോൾ ടോണി കുരിശിങ്ങളുടെ അടുത്തിരിക്കുന്ന സൂപ്പർ സ്റ്റാറിനെയും ഹരിയെയും കൃഷ്ണനെയും ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നത് തീർച്ചും എന്താ പറയുക യാദൃച്ഛികമായിരിക്കും. വേദിയിലേക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസങ്ങൾ ശ്രീ മമ്മൂട്ടി ആൻഡ് ശ്രീ മോഹൻലാൽ to the dais of Emburan grand teaser release. Ladies and gentlemen, a huge round of applause. This is epic. This is gonna be epic. Laika Production, Subhash Karan and Ashirwad Cinemas brings you this magic. And I would also like to call upon one person, 25 വർഷം മുമ്പ് എന്താ പറയുക, മലയാള സിനിമ വ്യവസായത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് മാറ്റിമറിച്ച മലയാളത്തിന്റെ പ്രിയ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂരിനെ വേദി സിനിമാസിന്റെ 25ാമത്തെ വർഷവുമായിട്ട് കണക്റ്റഡ് ഒരു മെമന്റോ ഇവിടെ നമ്മുടെ പ്രിയ മമ്മൂക്കയ്ക്ക് ലാൽ സാർ നൽകുന്നു. നമസ്കാരം. വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ലാൽ സാർ 25 വർഷം എൻ്റെ എന്താ പറയാന്നറിയില്ല, അങ്ങനെ എൻ്റെ ജീവിതം ഇവിടെ വന്ന് നിൽക്കുകയാണ്. മമ്മൂട്ടി സാർ എപ്പോഴും 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 എന്നോട് കാണിച്ച സ്നേഹത്തിന്, നന്ദിക്ക്, എൻ്റെ യാത്രയെ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ വരുന്ന സമയത്തെല്ലാം എന്നോട് അതായത് ഒരു അനുജൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ മോഹൻലാൽ സാറിനെ കുറിച്ച് ചോദിക്കുകയും എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുകയും എൻ്റെ യാത്രയെ അതിയായ സ്നേഹത്തോടെ കാണുകയും ചെയ്ത് എൻ്റെ ആദ്യ സിനിമയിൽ ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ ഓടി വന്ന് വളരെ സ്നേഹത്തോടെ ആ സിനിമയിൽ നരസിംഹം എന്ന സിനിമയിൽ പ്രധാനമായ ഒരു കഥാപാത്രം അഭിനയിച്ച് ആ സിനിമയുടെ വിജയം എന്നെ എന്താ ആശീർവാദ് സിനിമാസിനെ ഈ ഏറ്റവും വലിയ ഇന്ത്യയുടെ നെറുകയിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ എടുത്ത എമ്പുരാൻ എന്ന സിനിമയുടെ ഈ ലോഞ്ചിൽ വരാൻ കാണിച്ച മനസ്സിനും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഈ ആദരവ് സാറ് സ്നേഹത്തോടെ സ്വീകരിക്കണം, വളരെ സ്നേഹത്തോടെ.
എംപുരാന്റെ ഗ്രാൻഡ് ടീസർ, ladies and gentlemen, for the very first time. Wow, this is lit. എങ്ങനെയുണ്ട്? ഗംഭീരല്ലേ? മമ്മുക, നമസ്കാരം. രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാകട്ടെ. നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നമ്മൾ ചേർന്ന് വിജയിപ്പിക്കുക. നമസ്കാരം. ആൻ്റണിയുടെ ആശീർവാദമാണ് ഇപ്പോൾ പ്രത്യേക ആശീർവാദം ആഗ്രഹിക്കുന്നത്. പക്ഷേ ആശീർവാദിക്കാൻ മാത്രം എന്ത് അർഹതയാണ് എനിക്കുള്ളതെന്ന് അറിയില്ല. പക്ഷേ എല്ലാ ആശംസകളും സ്നേഹവും ആശീർവാദ് ഫിലിംസിനും ആൻ്റണിക്കും എൻ്റെ പ്രിയപ്പെട്ട ലാലിനും നേരുന്നു. പൃഥ്വിരാജിന് വിജയാശംസകൾ. ദാനം ചെയ്യാൻ അദ്ദേഹം ഒരു സ്കൂളിൽ പോയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളോളം അഭിനയിച്ച സിനിമകളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ലൂസിഫർ. നമ്മളത് കണ്ടതാണ്. പിന്നെ പിറന്നത് ചരിത്രമാണ്. ഇവിടെ വീണ്ടും അദ്ദേഹം ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് സംവിധാന മേലങ്കി അണിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. It's time, ladies and gentlemen, boys and girls, put your hands together to welcome the actor, the director, the producer, the one and only Prithviraj Sukumaran to the dais, to L2E Emburan. നമസ്കാരം. ഈ സെഗ്മെന്റിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായ കോ പ്രൊഡ്യൂസറായ ലൈക്ക പ്രൊഡക്ഷൻസ് സുഭാസ്കരൻ സാറിനെ മലയാള സിനിമയിലേക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. സോ ഐ ഹാവ് ബീൻ അസൈൻഡ് ദ ടാസ്ക് ഓഫ് വെൽക്കമിംഗ് ലൈക്ക പ്രൊഡക്ഷൻസ് ഇൻ ടു മലയാളം സിനിമ. ദിസ് obviously is a first ever project in Malayalam. It's a bit of an anecdote because I think now it's safe to say that Subhaskaran sir first actually reached out to me by giving me an opportunity to do a film for Laika Productions starring Rajinikanth sir.
The opportunity was so good for a new director like me that I actually tried my best to see if I can come up with something. They obviously had a timeline in place. Subhaskaran sir wanted the project to happen within a particular timeline. And I could not. Since I'm only a part-time director, I could not come up with a subject for Rajini sir. And that did not happen. But what did happen was the start of a friendship. That whenever I traveled to London, I always made it a point that we would meet. He made Supriya and me feel like family. I've been to his house, I've met his family. And through these casual meetings, we started speaking about our dreams of cinema and what we aspire to do in cinema. And I realized that Subhaskaran sir is fiercely passionate and actually extremely ambitious about Laika Productions. And in the due course of those conversations, two things happened. One, Laika Productions wanted me to do a film for them as an actor. A really big, ambitious project that I hope will happen someday. And Tamil Kumaran sir knows about this. So I said yes because it was such an ambitious film and I had read the entire script and I really loved what the film was on paper. And I immediately said yes to it. In the meanwhile, Subhaskaran sir asked me, okay, so you've just said that you can't direct a film for us, for Rajini sir. I said, no, sir, I didn't say I can't. I'm unfortunately not able to. What are you directing next, he asked me. And I told him I'm doing the sequel to Lucifer. And that is a big dream that I've been harboring ever since the release of Lucifer. And that's what I'm going to do next. And casually, he asked me, what is the film about? I've seen Lucifer. So I just gave him a rough outline of what the film is about. And I remember this question very clearly. Subhaskaran sir asked me this question, which was, how can I be part of this dream of yours? And it took me back because I wasn't expecting this question. And it all started from that question. And thank you, sir. You're not here today. You promised to come. If you're watching this from London, I will be expecting you for the next event that we are having for Emburan. But thank you so much for believing in me, for believing in my team, for joining hands with Ashirwad Cinemas. And of course, without you, this dream would not have been possible. Subhaskaran sir and Laika Productions have been the driving force behind Ashirwad Cinemas mounting such a film in Malayalam. I don't know if this is any longer a Malayalam film because even when you see the film, you'll realize that there are so many locations and so many languages within the film that I don't know if it's a film from Malayalam for sure. It's a film that is made from Malayalam industry. So thank you for joining hands on this dream. Like I said, I know how passionate you are, how passionate Laika is, how passionate the entire team is about cinema and what you want to do. And I hope this is a beginning of a glorious chapter in the Malayalam industry. I'm really hoping that we get to collaborate again. And 6th of February, Vidamuyirchi is... Magar sir was supposed to come. Did he? Sir, hi. I'm so sorry, I didn't see you. Magar sir is here. He's the director of Vidamuyirchi, which is releasing on the 6th of February. Starring Ajit sir. I don't know if you have seen the trailer. I have. It's one of the finest trailers that I've seen in recent Tamil cinema. Beautifully done. Beautifully done. I'm really looking forward to the film. All the best for Vidamuyirchi, and I hope Vidamuyirchi is a smashing success, and I hope Emburan is an even bigger success. So, like I said, let this be the beginning of a glorious chapter in Malayalam cinema for Laika Productions, and I'm really looking forward to how this journey goes on from here. So officially, welcome to Malayalam cinema, Subhaskaran sir and Laika Productions. Thank you for giving us the wings to be able to do this. Thank you. We will invite Tamil Kumaran sir to kindly join, and Tamil Kumaran sir would love to give a bouquet to Prithviraj. A love from Laika Productions to the main man behind L2 Emburan. A token of love. Thank you, Sri Prithviraj. Prithvi തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഇനിയും കൂടുന്നുണ്ടാവും. Thank you. And I also request to join the head of Laika Productions, Mr. Nishanthan, the head of Productions Laika, Mr. Gaurav Chachra, the director of Finance Laika, Mr. Hari Manohar, the Laika management. I request
these dignitaries also from the Leica production team to join head of Leica Productions for the welcome speech. Ladies and gentlemen, ഒരു നല്ല കൈയടി ലൈക്ക പോലൊരു പ്രൊഡക്ഷൻ മലയാളത്തിലേക്ക് ആദ്യ സംരംഭമാണ് ആശീർവാദ് സിനിമാസിനോട്. They are given biggest cinemas like Kathi, like 2.0, like Ponniyin Selvan, like Vidamuyarchi. Sir. நான் இப்போ தமிழில் தான் பேச போகிறேன். லூசிஃபர் 2 எம்புரான் ட்ரெய்லர் லான்ச் இந்த நிகழ்ச்சிக்கு வருகின்றுள்ள உங்கள் அனைவரையும் லைக்கா சேர்மேன் திரு சுபாஷ் அண்ணா சார்பாக வருக வருக என்று வரவேற்கின்றேன். ஒரு சுபாஷ் அண்ணா வந்து நிறைய மலையாள படம் பார்ப்பார், டெய்லி ஒரு படம் பார்ப்பார், அதில் அதிகமாக மலையாள படம் பார்ப்பார். எங்கிட்ட அடிக்கடி சொல்லுவார், நிறைய கண்டென்ட் உள்ள படம் வருது தமிழ், நம்ம மலையாளத்தில் நிறைய படம் பண்ணும் அப்படின்னு எங்கிட்ட நிறைய டைம் சொல்லியிருக்காரு. அதில் வந்து என்னென்னா ஃபஸ்ட்டு நாங்கள் தமிழில் ஆரம்பித்தது கத்தி, அதே மாதிரி மலையாளத்தில் இவ்வளோ பெரிய படம் எங்களுக்கு ரொம்ப பெருமையாக இருக்குது. இந்த கம்ப்ளீட் ஆக்டர் லால் சார் கூடவும் பிருத்திவிராஜ் சார் கூடவும் படம் பண்ணுறது ரொம்ப பெருமை, லைக்காவுக்கே ஒரு பெரிய பெருமை. அதுலேயும் நம்ம ஆண்டனி சார் ஆசீர்வாத் சினிமாஸ் 25th இயர் அது அவர் கூட அசோசியேட் பண்ணி பண்ணுறோம். ரொம்ப லைக்கா வந்து ரொம்ப பெருமையாக இருக்குது. இதில் சுபாஷ் அண்ணன் ரொம்ப மகிழ்ச்சியாக இருக்கார். இன்றைக்கி கண்டிப்பாக வரதா இருந்து வர முடியல, நெக்ஸ்ட்டு கண்டிப்பாக அடுத்த முறை இங்கே வருவார். என்டையர் டீமுக்கும் வாழ்த்துக்கள். படம் மிகப்பெரிய வெற்றி. ட்ரெய்லரை பார்த்த உடனே தெரிஞ்சிடுச்சு அது ஹாலிவுட் படம் மாதிரி இருக்குது. நான் பிருத்திவிராஜ் சார் பற்றி சொல்லணும்னு நினச்சேன். அது வந்து அனிருத் தான் என்கிட்ட சொன்னார். அனிருத் பேசும்போது ரஜினி சாருக்கு ஒரு படம் பண்ணலான்னு சொல்லும்போது அவர் சொன்னார், ஸ்ட்ராங்காக கண்டென்ட் உள்ள டைரக்டர் அண்ணன், அவரை வச்சு ஒரு படம் பண்ணலான்னு சொல்லி நான் அவர்கிட்ட கேட்டேன். அப்படி அனிருத் சொல்கிறாரு, ரொம்ப பிடிக்கும், சரியான கதை இல்லை, கண்டிப்பாக பண்ணலான்னு சொல்லியிருக்காரு. சுபாஷ் அண்ணன் ரொம்ப ஆசைப்பட்டார். இல்லை கண்டிப்பாக நிறையா படம் பண்ணுவோம், கண்டிப்பாக நிறையா ட்ராவல் பண்ணுவோம். அடுத்த நிகழ்ச்சிக்கு சுபாஷ் அண்ணன் வருவார். எங்களுக்கு எப்போவுமே ஒத்துழைப்பு கொடுக்குற ப்ரெஸ் மீடியா எல்லாரும் இந்த படத்தும் பெரிய ஒத்துழைப்பு கொடுத்து மிகப்பெரிய வெற்றியாக்குன்னு சொல்லி எங்கள் என்டையர் லைக்கா டீம் வந்திருக்கு. மறுபடியும் ஒரு முறை சுபாஷ் அண்ணா சார்பாக உங்கள் அனைவருக்கும் நன்றி தெரிவிச்சுக்கிறேன். Thank you so much, sir. Guys, a round of applause to Sri Tamal Kumaran sir, head of Leica Productions, and the dignitaries from Leica Productions. Thank you so much, sir. ഒരു വ്യവസായത്തിന്റെ മുഖമുദ്ര മാറ്റിക്കുറിക്കുവാൻ ഒരു വ്യക്തിക്ക് എത്ര കാലം എടുക്കാം? 2 കൊല്ലം, 4 കൊല്ലം, 6 കൊല്ലം, ചിലപ്പോൾ പതിറ്റാണ്ടുകൾ തന്നെ എടുത്തെന്ന് വരാം. പക്ഷേ ചിലരുടെ വരവിനായി കാലം വഴിയൊരുക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതെ, ശ്രീ സുഭാസ്കരൻ അല്ലിരാജയുടെ വരവിനായി കാലം വഴിയൊരുക്കിയതോ അതോ അദ്ദേഹം സ്വയം വഴിവെട്ടിയതോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. எவ்வளோ குடும்பங்கள், எவ்வளோ சினிமா குடும்பங்கள் எல்லாமே அவரால் வாழ்ந்துகிட்டு இருக்கு. அது மட்டும் இல்லாம எவ்வளோ உதவிகள் பண்ணிட்டு இருக்காரு. சுபாஷ்கரன் சாருக்கு ரொம்ப நன்றி சொல்ல விரும்புறேன். லைக்காவோட ஒரு பெரிய படத்துல நானும் இருக்கேன்னு நான் ரொம்ப பெருமையா சொல்லலாம். ரொம்ப பெரிய மனசுக்கு சொந்தக்காரர் திரு சுபாஷ்கரன் சார் அவர்கள். ஒரு ரசிகனா இருந்து அவருக்கு என்ன மாதிரியான படங்கள்லாம் பிடிக்குமோ அதை தான் அவர் ப்ரொடியூஸ் பண்றாரு. சுபாஷ்கரன் மாதிரி ஒரு ப்ரொடியூசர் கிடைச்சிருக்கிறது பெரிய இறைவன் கொடுத்த வரம். തമിഴ് സിനിമയുടെ തലവര മാറ്റിക്കുറിക്കുവാനായി അദ്ദേഹത്തിന് ദശാബ്ദങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ട് കത്തി എന്ന ഒറ്റ ചിത്രം അദ്ദേഹം തന്റെ ലൈക്ക പ്രൊഡക്ഷൻസിലൂടെ അത് സാധ്യമാക്കി. സ്വപ്നതുല്യമായ സിനിമകൾ ഇന്ത്യയിൽ മറ്റൊരു വ്യക്തിക്കും സാധ്യമാവാത്തത് ശ്രീ സുഭാസ്കരൻ എന്ന വ്യക്തിക്ക് അനായാസം സാധ്യമാകുകയായിരുന്നു. സ്വപ്നം സാധ്യമാക്കാൻ നിർമ്മാണ ചെലവ് അദ്ദേഹത്തിന് ഒരു തടസ്സവുമല്ലായിരുന്നു. തിരിച്ചടികൾക്കൊന്നും അവസരം കൊടുക്കാതെ സമചിത്ത സമീപനത്തോടെ നിർമ്മിച്ച് പ്രേക്ഷകർക്ക് സമ്മാനിക്കുവാൻ ശ്രമിച്ചപ്പോൾ പിറന്നത് ഇന്ദിരൻ 2.0, ചക്കച്ചിവന്ത വാനം, പൊന്നിയൻ സെൽവൻ, ദർബാർ, വേട്ടയ്യൻ. ഈ വർഷം ഫെബ്രുവരി 6 റിലീസിന് ഒരുങ്ങുന്ന വിടാമുയർച്ചി എന്ന ബ്രഹ്മാണ്ഡ ചിത്രം പ്രേക്ഷകർക്കിടയിലേക്ക് ലൈക്ക സമ്മാനിക്കുന്ന പുതിയ ദൃശ്യവിസ്മയമായിരിക്കും.
ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ കൊണ്ട് തമിഴ് സിനിമ ഇൻഡസ്ട്രിയെ ലോകമെമ്പാടും എത്തിക്കുവാൻ അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നത് വെറും 10 വർഷം. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വാധീനം അവിടം കൊണ്ടും അവസാനിച്ചില്ല. ശ്രീ സുഭാസ്കരൻ എന്ന ദാർശനികന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ലൈക്ക പ്രൊഡക്ഷൻ മണിരത്നം, ശങ്കർ മുതലായ പ്രതിഭാധനന്മാരോടൊപ്പം മാത്രമല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. മറിച്ച് നെൽസനെ പോലെയുള്ള സംവിധായകന്റെ ഹാസ്യവും മാസും ഒരുപോലെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് ലോകം തിരിച്ചറിയുന്നതിനു മുൻപേ തിരിച്ചറിഞ്ഞ് കോലമാവ് കോകില എന്ന നെൽസന്റെ ആദ്യ ചിത്രം നിർമ്മിച്ചതും ലൈക്കയാണ്. താങ്ക് യു സോ മച്ച് സർ, കോലമാവ് കോകിലക്കാக. ലൈക്കയുടെ നിർമ്മാണ മികവിൽ പിറന്ന ഓരോ ചിത്രവും പ്രേക്ഷകരെ ഒരു അത്ഭുത ലോകത്തേക്ക് സഞ്ചരിപ്പിക്കുന്നതിന്റെ കാരണം ശ്രീ സുഭാസ്കരൻ എന്ന വ്യക്തിയുടെ ഉള്ളിലെ സിനിമ പ്രേമിയാണ്. സ്വപ്നതുല്യമായ സിനിമ അത് ഇന്ന് ഇന്ത്യയിൽ സാധ്യമാവുന്നുവെങ്കിൽ നമുക്കുറപ്പിക്കാം അതിനു പിന്നിൽ ശ്രീ സുഭാസ്കരൻ എന്ന വ്യക്തിയുടെ കരങ്ങളാവും പ്രവർത്തിച്ചിട്ടുണ്ടാവുക. മികച്ചതിൽ മികച്ചത് മാത്രം പ്രേക്ഷകന് സമ്മാനിച്ചിട്ടുള്ള ശ്രീ സുഭാസ്കരൻ അല്ലിരാജയുടെ ലൈക്ക പ്രൊഡക്ഷൻസ് മലയാളത്തിന്റെ മണ്ണിലേക്ക് ചുവടുറപ്പിക്കുവാൻ തിരഞ്ഞെടുത്തതും ഒരു ചെറിയ ചിത്രമല്ല. 15ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് കാണാതായ നീ പിന്നെയുള്ള 26 വർഷങ്ങൾ എവിടെയായിരുന്നു? എമ്പുരാൻ. ഈ വരവോടുകൂടി മലയാള സിനിമ ഇൻഡസ്ട്രി ലോക നിലവാരത്തിലേക്ക് ഉയരും എന്നതിൽ ആർക്കും എതിരഭിപ്രായമുണ്ടാകും. ഭാവിയിൽ ലൈക്ക തമിഴ്, മലയാളം എന്ന വേർതിരിവില്ലാതെ നിർമ്മിക്കുന്ന സിനിമകളെ ലോകം വിളിക്കും. ഇന്ത്യൻ സിനിമ മലയാളത്തിന്റെ മണ്ണിലേക്ക് ലൈക്ക പ്രൊഡക്ഷൻസിനും നമുക്കേവർക്കും പ്രിയപ്പെട്ട ശ്രീ സുഭാസ്കരൻ അല്ലിരാജയ്ക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, പൃഥ്വിരാജ് സുകുമാരൻ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നിക്കാലിറ്റീസിൽ, ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തവർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. സോ ദിസ് ഈസ് മൈ കോൾ ടു ഓൾ ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് L2E എമ്പുരാൻ. അതിലെ ഓരോരുത്തരെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. മ്യൂസിക് സൈഡ് ലീഡ് ചെയ്തിരിക്കുന്നത് വൺ ആൻഡ് ഓൺലി ശ്രീ ദീപക് ദേവ്. ക്യാൻ വി ഹാവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദീപക് ദേവ്. ദീപക് ദേവ് ആശീർവാദമായിട്ട് കണക്ട് ചെയ്തിട്ടും ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ആർട്ടിസ്റ്റാണ്. ലൂസിഫറിൽ നമ്മൾ കണ്ടതാണ്. എമ്പുരാൻ മാജിക് നമ്മൾ കാണാൻ പോകുന്നതാണ്. And I also like to call upon the director of photography, one and only Sri Sujit Vasudev, to kindly join. One of the finest DOPs in the country, Sri Sujit Vasudev. Editor, a maverick editor, Akhilesh Mohan. A round of applause for Akhilesh. ടെക്നിക്കൽ സൈഡ് ഗംഭീരമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തരാണ്. നമുക്ക് ഓരോരുത്തരിലേക്കും പോവാം. ആര് ആദ്യം എടുക്കുമെന്ന് പറഞ്ഞ് കൺഫ്യൂഷനിലാണ്. ദീപകേടം സംസാരിക്കും. Good evening all. Thank you so much for the warm welcome. ലൂസിഫർ കഴിഞ്ഞ് എമ്പുരാൻ എന്നുള്ളൊരു തുടക്കം കുറിച്ചപ്പോൾ തന്നെ പൃഥ്വി പറഞ്ഞു നമുക്ക് ലൂസിഫറിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പൃഥ്വിയുടെ ആദ്യത്തെ പടമാണ്. പക്ഷേ എമ്പുരാൻ അതിനേക്കാളും ടെൻഷനാണ്. ഇത് സക്സസ് ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് കൂടുതലാണ് ആൾക്കാർക്ക്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ അതിനനുസരിച്ച് എല്ലാവരെയും എക്സ്പെക്റ്റേഷൻസിനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസാണ് എല്ലാവരും ഇതിൽ ചെയ്യുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി മ്യൂസിക്കിൽ വർഷങ്ങളായിട്ട് പൃഥ്വിയായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ഓരോ മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോജക്ട്സിലും ഞാൻ അറിഞ്ഞോ അറിയാതെയോ പൃഥ്വിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ പൃഥ്വിയുടെ ലൈഫിലും ഡയറക്ടർ ആവുന്ന ഫസ്റ്റ് പ്രോജക്റ്റ് വന്നപ്പം
എന്നെ തന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. പിന്നെ ഡെഫിനറ്റ്ലി അതുപോലെ തന്നെയുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്ന് അറിയാം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് തരാൻ ശ്രമിക്കുന്നുണ്ട്. ഐ ഹോപ്പ് യു വിൽ ഓൾ ലവ് ദ മ്യൂസിക് ആൻഡ് ദി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓഫ് എംപുരാൻ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആശീർവാദമായിട്ട് ഇത് എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് എമ്പുരാൻ. ആദ്യത്തെ സിനിമ ദൃശ്യം, അത് ജിത്തു മുഖാന്തരം നമുക്ക് ഞാനും രാജുവും മെമ്മറീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിത്തു എൻ്റെ അടുത്ത് ലാൽ സാറിൻ്റെ ഒരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലനെ കണ്ട് മോഹിച്ച് സിനിമയിലേക്ക് വന്ന എന്നോട് ജിത്തു ചോദിക്കുന്നു ലാൽ സാറുമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. അങ്ങനെ അതൊരു വലിയ ചരിത്രമായി, വമ്പൻ വിജയമായി. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ലൂസിഫറിലേക്ക് വിളിക്കുന്നു. ലൂസിഫറും ഇതുപോലെ വീണ്ടും അടുത്ത ചരിത്ര വിജയമാകുന്നു. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു, എമ്പുരാനും ആ ചരിത്രം തിരുത്തി കുറിക്കട്ടെ, ലൂസിഫറിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കട്ടെ, എമ്പുരാൻ വേറൊരു ചരിത്ര വിജയമാകട്ടെ. ആശീർവാദനം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു അവസരത്തിൽ. ലൂസിഫർ എന്ന സിനിമയിൽ ഞാനതിൽ അസോസിയേറ്റ് എഡിറ്ററായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഇപ്പോൾ എമ്പുരാൻ്റെ എഡിറ്ററായി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അവരവസരം തന്ന ഇത്രയും വലിയൊരു സിനിമ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച രാജുവേട്ടനോട്, ഈ ഒരു സിനിമ മാത്രമല്ല എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കിയത് രാജുവേട്ടനാണ്. രാജുവേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ രാജുവേട്ടനോട് നന്ദി പറയുന്നു. 25ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന ആശീർവാദ് സിനിമാസിനും ലൈക്ക പ്രൊഡക്ഷൻസിനും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും സന്തോഷം. ഞാൻ ആശീർവാദിൻ്റെ കൂടെ ഇപ്പോൾ 4ാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. രാജുചേട്ടൻ്റെ കൂടെ 3ാമത്തെ സിനിമ. ഇത് ഒരു വൻ ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷം. നമസ്കാരം. താങ്ക് യു എവരിവൺ. ഞാൻ കൂടുതൽ സിനിമയെ പറ്റിയുള്ള വിശേഷങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ നേരെ രാജുവിനെ നോക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് ലാൽ സാറിനെ എല്ലാവരും നോക്കും. അതുകൊണ്ട് നമുക്ക് ഓക്കെ. താങ്ക് യു എവരിവൺ. ഒരു മുണ്ടു മടക്കി കുത്തി, മീശ പിരിച്ച്, ഇത്രയും കേട്ടാൽ മലയാളികൾ ഒന്നടങ്കം പറയും ലാലേട്ടൻ. അതിൽ 3 മലയാളികൾ വേറിട്ട് ചിന്തിച്ചപ്പോൾ പിറന്നത് ഒരു അത്ഭുത സൃഷ്ടി. അതെ, ലൂസിഫർ. മുരളി ഗോപിയുടെ രചനയും പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ലൂസിഫർ, സ്റ്റീഫനും സ്റ്റീഫന്റെ 2 ലോകവും. 2019 ഈ ചിത്രമുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. മലയാള സിനിമാ ചരിത്രം പുതുക്കിയ ഒരു ചലച്ചിത്രമാവുകയായിരുന്നു ലൂസിഫർ. 150 കോടി ക്ലബിലേക്ക് കുതിച്ച് മലയാള സിനിമയുടെ അന്താരാഷ്ട്ര പരിധികൾ തുറന്ന ചിത്രമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. ചലച്ചിത്രം ഒരു വിനോദം മാത്രമല്ല, ഒരു സംസ്കാരത്തിന്റെ, കഥയുടെ, സ്വപ്നങ്ങളുടെ ആഹ്ലാദോത്സവമാണ്. ഈ ആഹ്ലാദോത്സവത്തിന് മലയാള സിനിമയിലെ അടിത്തറയായി മാറിയിരിക്കുകയാണ് ആശീർവാദ് സിനിമാസ്. മലയാള സിനിമയുടെ ജൈത്രയാത്രയിൽ 4 നൂറ്റാണ്ടിന്റെ മേന്മയുമായി ആശീർവാദ് സിനിമാസ് പ്രയാണം തുടരുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന്റെ സംഭാവന നമുക്കൊരിക്കലും വിസ്മരിക്കാനാവുന്നതല്ല. 2000 നരസിംഹം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ തുടങ്ങി മറക്കാനാവാത്ത ഒട്ടനവധി ചിത്രങ്ങൾക്ക് ശേഷം ഇന്നതാ L2E എമ്പുരാൻ. 2019 മടക്കിക്കുത്തിയ മുണ്ടിനും തിരിച്ചുവെച്ച മീശയ്ക്കും മുകളിലാണ് സ്റ്റീഫൻ ആരാണെന്നും
എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ തമിഴ് സിനിമയുടെ ഭൂപടം മാറ്റിയ ശ്രീ സുഭാസ്കരൻ അല്ലിരാജ ഇപ്പോൾ മലയാള സിനിമയുടെ ഭാവി മാറ്റാൻ സജ്ജമാകും. ആശീർവാദ് സിനിമാസിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസ് കൈകോർക്കുമ്പോൾ L2E എമ്പുരാൻ ഒരു മഹാമുന്നേറ്റത്തിന് വഴിതെളിക്കും. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലെ ഈ ആദ്യ പതിപ്പ് എക്കാലവും ഓർമ്മിക്കാൻ ഒരു വലിയ കാഴ്ചയാകും. സുന്ദരമായ ഒരു ഭാവി ഇതാ തുടങ്ങുകയാണ്. മലയാള സിനിമയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ശ്രീ സുഭാസ്കരൻ അല്ലിരാജ പ്രസൻസ് L2E എമ്പുരാൻ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ ഒട്ടുമിക്ക പേരും അദ്ദേഹത്തെ സിനിമയിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക ചില സിനിമകളിൽ, കിലുക്കം ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഒരു ക്യാമിയോ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ്. പിന്നെ സിനിമ ആസ്വാദകരായ ഓരോരുത്തരും തപ്പിപ്പിടിച്ച് മനസ്സിലാക്കി അദ്ദേഹം ആരാണെന്ന്. പിന്നെ ലാൽ സാറിലേക്ക് എത്താനുള്ള വഴിയായി അദ്ദേഹം, പിന്നെ ലാൽ സാറിലേക്ക് കഥ കേൾക്കാനുള്ള വഴി, അങ്ങനെ ശരിക്കും കണക്ഷൻസ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഓരോ ലാൽ സാർ ആരാധകനും അദ്ദേഹത്തോടുണ്ട്. ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എത്ര തിരക്കഥാകൃത്തുകൾ, റൈറ്റേഴ്സ് എല്ലാവരും അദ്ദേഹത്തെ കാണാനെത്തുന്ന ഒരു കാലം. അതിനുശേഷം 25 വർഷങ്ങൾക്ക് മുമ്പ് 2000 നരസിംഹം എന്ന ബ്രഹ്മാണ്ഡ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. ഇപ്പോൾ 34ഓളം സിനിമകൾ ചെയ്ത് മലയാള സിനിമയിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ മാറ്റുരയ്ക്കുന്ന ബ്രാൻഡായി, പ്രൊഡക്ഷൻ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ആ ബ്രാൻഡിന്റെ പേര് ആശീർവാദ് സിനിമാസ്. ആ ബ്രാൻഡ് ഓണറുടെ പേര് ആന്റണി പെരുമ്പാവൂർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എ റൗണ്ട് ഓഫ് അപ്ലോസ്. ഗംഭീര കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ആന്റണി പെരുമ്പാവൂർ സർ. ഞാൻ ആദ്യം ഒന്ന് സംസാരിച്ച് പോയതാണ്. അത് ആശീർവാദ് സിനിമാസിൻ്റെ 25ാമത്തെ വർഷമാണ്. 25 വർഷം തികയുന്ന ദിവസമാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു ജനുവരി 26 ചേച്ചി പറഞ്ഞതുപോലെ ഒരു അത്ഭുതം നടന്നു. മോഹൻലാൽ സാറും ആശീർവാദും നമ്മളെ കുടുംബം ഒന്നായിട്ട്. ആ അത്ഭുതത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ 25ാം വർഷം ആഘോഷിക്കുമ്പോൾ എമ്പുരാൻ എന്ന ചിത്രവുമായിട്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ ഒരു ലോഞ്ച് സംഘടിപ്പിക്കാനും അതിലെല്ലാം സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ശരിക്കും സിനിമ, നമ്മൾ നരസിംഹം എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ മനസ്സിൽ ഈ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരു ആരാധകനുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ആരാധകന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല, പക്ഷെ പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് സിനിമ നിർമ്മിക്കുന്ന ഒരാളാണ്, നിർമ്മിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഷാജിയേട്ടനൊക്കെ ആയിട്ട് ഈ നരസിംഹത്തിൻ്റെ പല ഡിസ്കഷൻ, രഞ്ജിത്തേട്ടനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ലാൽ സാറിനെ വേറൊരു തലത്തിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷാജിയേട്ടനെ കുറിച്ച്. നമ്മളെ കൊതിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കൊതിച്ച് നരസിംഹത്തിനകത്ത് വരികയും പല കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് അത് സ്വീകരിക്കുകയൊക്കെ ചെയ്താണ് എനിക്ക് തോന്നുന്നു. അറിഞ്ഞോ അറിയാതെയോ ഷാജിയേട്ടനൊക്കെ അത് നമ്മുടെ ഒരു വർത്തമാനങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു നരസിംഹം ഉണ്ടായി, ഒരു അത്ഭുതം സംഭവിച്ച് ഇന്നും ആ അത്ഭുതം നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരു അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? മോഹൻലാൽ സാറുമായി യാത്ര ചെയ്യുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തു എന്ന് പറയുന്നതിനപ്പുറത്ത് നമുക്ക് ഏത് തലത്തിലോട്ട് പോകാൻ പറ്റുമെന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കുകയും അങ്ങനെയുള്ള സിനിമകളിലൂടെ യാത്രയും ഒക്കെ ചെയ്ത് പോകുമ്പോഴാണ് നരനുണ്ടായി, അങ്ങനെ കുറേ സിനിമകൾ ജോർജ് സാറുമായിട്ട് ചേർന്നുണ്ടായി. പക്ഷേ ലൂസിഫറിലോട്ട് വന്നപ്പോൾ നമുക്ക് തോന്നി, എനിക്ക് രാജുവുമായിട്ട് സിനിമ ചെയ്യുമ്പോൾ, ഞാനിത് സത്യം പറയുകയാണ് കേട്ടോ, കാരണം ഈ സദസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. രാജുവുമായിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചിലവൊക്കെ കൂടുന്ന ആളാണ്, പറയുന്ന കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ഒരു ശരിക്കും ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സിനിമ എടുക്കാൻ വേണ്ടി എനിക്ക് വേറെ ഒന്നും വേണ്ട, എപ്പോഴും ഒന്നും വേണ്ട, സിനിമയ്ക്ക് മാത്രം മതി, സ്വന്തമായിട്ടൊന്നും വേണ്ട.
പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ ചിരിച്ച് നിന്ന് കൊടുക്കണം, എപ്പോഴും സന്തോഷത്തോടെ നിന്ന്. അപ്പം ഞാൻ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് രാജുവിൻ്റെ അടുത്ത് ഒരു അണ്ണൻ മുമ്പ് പൊക്കോ, ഞാൻ പുറകെ നിന്നോളാം. പക്ഷെ ആ പുറകെ നിൽപ്പ് ലൂസിഫർ എടുക്കുന്ന സമയത്ത് നമ്മൾക്കിടെ കയ്യിൽ നിന്ന് പോയി വേറൊരു തലത്തിൽ പോയി. പക്ഷേ ദൈവം ഒരുപാട് ഭാഗ്യം തന്നു. ആ ഭാഗ്യം തന്നതിന് ശേഷം എന്താ പറയുക, അപ്പം ഞാൻ ഇടയ്ക്ക് മുരളിച്ചേൻ്റെ അടുത്ത് ചോദിക്കും, ഈ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടക്കും, എന്നാ എന്തോ എണ്ണ എഴുതി വച്ചിരിക്കുന്നത്, ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ രാജുവിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇടയ്ക്ക് പറയും, അണ്ണ എന്നെ നോക്കിക്കോളണം കേട്ടോ എന്ന്. അങ്ങനെ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ സുപ്രിയയെക്കുറിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. ആൻ്റണി, 2 വർഷമായിട്ട് എനിക്ക് രാജുവിനെ കാണാൻ കിട്ടുന്നില്ല. എല്ലാ സമയത്തും നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ എന്ന് പറയും. അപ്പം ഞാൻ പറയും, ഇത് ഞങ്ങൾ ഒന്നിച്ച് എവിടെയോ എത്തും, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചങ്ങ് പോരെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് വേറൊരു സ്വപ്നം കണ്ട് മലയാള സിനിമ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ത്യൻ സിനിമയുടെ, എൻ്റെ ലാംഗ്വേജൊക്കെ ശരിയാണെന്ന് അറിയില്ല, ഒരു നെറുകയിൽ എത്താൻ പാകത്തിനുള്ള ഒരു സിനിമ നിർമ്മിക്കണം എന്ന ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് എമ്പുരാൻ. അത് സംഭവിക്കും. രാജു അത് നിങ്ങൾക്ക് കഴിയും. ഈ സിനിമ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും അതിൽ മോഹൻലാൽ സാറ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ എല്ലാ ശ്വാസവും വെച്ച് ഞാൻ രാജുവിൻ്റെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു സ്വപ്നം കണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ രാജുവിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ സിനിമയുടെ എന്ത് ചിലവായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റില്ല, കാരണം കള്ളം പറയുന്നതാണെന്ന് പറയും. അത് കാരണം ഞാൻ ആരോടും പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അത്രയും വലിയൊരു സിനിമയുടെ യാത്രയ്ക്ക് ഏറ്റവും സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ സംസാരം എൻ്റെ അടുത്തേക്ക് ആദ്യം രാജു തന്നെയാണ് ഏൽപ്പിച്ചത്. അണ്ണാ ഇങ്ങനൊരു ഡിസ്കഷനുണ്ട്, നമുക്കൊന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് അത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. ആ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അത് സുഭാസ്കർ സാർ എത്തിയിട്ടില്ല. സാറിനോട് എൻ്റെ അതിയായ സ്നേഹം അറിയിക്കുന്നു. തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ സ്നേഹം അറിയിക്കുന്നു. തമിഴ് കുമരൻ സാർ എല്ലാവരോടും, നിങ്ങൾ വന്ന എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ സ്റ്റാഫിനോടും എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത് എമ്പുരാൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാജു അതിയായ സ്നേഹത്തോടെ പറയുന്നു, ഇത് ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ ഉണ്ടാകുന്നൊരു സിനിമയായിരിക്കും. സത്യമായിട്ടും സംഭവിക്കും. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് ഭാഗ്യം തരട്ടെ. ലാൽ സാർ എന്താ പറയുകയെന്നറിയില്ല. കാര്യം ലാൽ സാറിനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പെട്ടെന്ന് കുഴപ്പമായി പോകും. അത് കാരണം എന്താ വെച്ചാൽ, ഞാനിവിടെ നിന്ന് 25 വർഷം തികഞ്ഞ് ഈ 25ാം വർഷത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്, എന്നെ നിർത്തിയതാണ് അത് മോഹൻലാൽ സാറാണ്. നന്ദി സാർ. എമ്പുരാനും എല്ലാവർക്കും എൻ്റെ സ്നേഹം പറയുന്നു. ചേച്ചി സന്തോഷം. ശാന്തിക്കോടും ഒരു താങ്ക് യു പറയാനുണ്ട്. കാരണം കഴിഞ്ഞ 25 വർഷത്തെ യാത്രയിൽ ഒരു നെഗറ്റീവൊന്നും പറയാൻ സമ്മതിക്കില്ല. കാരണം പറയാൻ പാടില്ല എന്നാണ് പറയുക. എല്ലാം പോസിറ്റീവേ സംസാരിക്കാറ്. പോസിറ്റീവ് മാത്രം ഇഷ്ടപ്പെടുന്ന ശാന്തിയോട് വലിയ സന്തോഷം. ശാന്തി എൻ്റെ ഭാര്യയാണ്. അതുപോലെ ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരുമായിട്ടും എനിക്ക് 25 വർഷത്തിൽ കൂടുതൽ ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം ഓർക്കുന്നു. വന്നതിന് സന്തോഷം. എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു. നന്ദി. താങ്ക് യു സോ മച്ച് ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഹൃദയത്തിൽ നിന്ന് തട്ടിയ വാക്കുകളാണ്. ഒരു ഗംഭീര കൈയടി ഫോർ ദ പ്രൊഡ്യൂസർ, ദ വൺ മാൻ ബിഹൈൻഡ് ആശീർവാദ് സിനിമാസ്. ഈ വർഷം എമ്പുരാനോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള പ്രേക്ഷക സമക്ഷം കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം ഒരു തമിഴ് ചിത്രമാണ്. നായകൻ നമ്മുടെ എക്കാലത്തെയും ഫേവറേറ്റായ അജിത് കുമാർ സാറാണ്. സിനിമയുടെ പേര് വിടാമുയർച്ചി എന്നാണ്. അതിൻ്റെ സംവിധായകൻ ഈ ഫെബ് 6 ആ സിനിമ ഇറങ്ങിയാണ്. ഈ തിരക്കുകൾക്കിടയിലും എമ്പുരാന്റെ ക്രൂവിനെ വിഷയനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എ റൗണ്ട് ഓഫ് അപ്ലോസ് ടു വെൽക്കം ദി ഡയറക്ടർ മഗീർ തിരുമേനി at Kochi for the grand release of Emburan teaser. அனைவருக்கும் வணக்கம். It is a very
surreal moment for me to be in the presence of Mohanlal sir. I have grown up watching his films, being awestruck by his performance, applauding him, admiring him, and revering him. I was looking at him, I couldn't help admiring him as he was walking towards the dais. That is a gait that I am so used to seeing in so many cinemas. And it was such a surreal moment for me that still hasn't sunk in. I'm sure, like me, most of you here have grown up revering him. While we keep aging, he keeps getting younger. And I'm also honored to be in the presence of so many eminent personalities of Malayalam cinema. Prithvi, I'll be coming to you in a moment. Tamil cinema and Malayalam cinema have always had a shared history. We kind of evolved together, grew up together. There has always been an interchange of artists and technicians and stalwarts and producers. But most of all, ideas. Ideas that have shaped both our states. We have drawn inspiration from each other, and we have become richer as a result. And so I am proud to be standing here in the presence of all these eminent personalities. And it is a very humbling moment. Prithvi, thank you so much for all those kind words. I don't know if I'm worthy of them, but I'll try to make myself worthy of them. We all know what an excellent performer he is. But I've also heard what a perfectionist you are as a director. I have heard stories being told about your dedication, how you work days and nights, and how you go without sleep to make that perfect shot, that perfect film. And kudos to you, because all that hard work reflects on this teaser that you just showed. It's epic. Lucifer was a box office success. It was a tremendous success not only in Kerala, but in all other parts of the country as well. It was remade in other languages, and everyone in Tamil Nadu is looking forward to Emburan. I'm sure it's going to have a massive opening, and I'd like to compliment the cast and the crew for making this wonderful masterpiece a reality. I'd also like to take 2 minutes to share some views about the producer, our producer, Subhash Karan sir. And I hope you wouldn't mind if I speak in Tamil for a few seconds. Prithvi, உங்களைப் போலவே எனக்கும் சுபாஷ் சார் பார்த்த அந்த தருணங்கள் மறக்க இயலாதவை.
മിகவும் ഇറക്ക സ്വഭാവമുള്ളവർ. You spoke about his passion for films. He's such a kind person, and he has made so many dreams come true. Ponniyin Selvan, Yendran, Empuran, and our own Vidamayarchi. Sir, நீங்கள் லண்டனில் இருந்து பார்த்து கொண்டிருப்பீர்களாயின் என்னுடைய நன்றியை இந்த தருணத்தில் தெரிவித்துக் கொள்கிறேன். We all miss you here and we wish you were here. இந்த கனவும் உங்களுடைய ஆதரவினால் சாத்தியப்பட்டது. And there is another personality. I can't get off this stage without making a mention of him. Padma Bhushan, Ajit sir. So missing you very much. Ajit sir, கை கொடுத்து தூக்கிவிட்டு எத்தனையோ பேர்களில் நானும் ஒருவன் என்று சொல்லிக் கொள்வதில் பெருமைப்படுகிறேன். Thank you, sir, for all the support that you have shown us and shown me personally. We are all looking forward, and this is from me to Ajit sir. So we are all waiting for the 6th of February. And I'm waiting to share that moment with you, sir. Thank you so much for being so kind and for being so patient. And Mohanlal sir, and all the other eminent personalities, and Prithvi. I'm sure this film is going to be a blockbuster. We have excellent talent in India. We have always been making wonderful films. I think it is time for us to take our films and our talents abroad. And if there is anyone who can make that possible, it is Subhash sir and Laika. And I'm sure with their support, we will achieve that too. Thank you so much. Thank you so much, sir. And what a voice. And Feb 6th, we all ensure we're going to first day, first show Vidya Maharishi before Empuran. Empuran is on March 27. And we have a small surprise for you coming up. And surprise is nothing. It's the Empuran Tamil teaser. Yeah, you're going to watch with us. Thank you. Ladies and gentlemen, a huge round of applause for Sri Magir Thirumeni, the director of Vidamayarchi, releasing on Feb 6th. നമ്മൾ എമ്പുരാൻ്റെ തമിഴ് ടീസറിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു സാധാരണ ഒരു ടീസറോ ട്രെയിലറോ ഇറങ്ങിയാൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക ഒരു ഇതാണ് വീണ്ടും വീണ്ടും കാണുക, ഓരോ ഫ്രെയിംസും ഷോർട്സും കാണുക. അതിനൊരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. സോ ദിസ് വൺ, ദ തമിഴ് ടീസർ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, L2B Empuran. With Empuran teaser in Tamil language. അടുത്തതായിട്ട് എമ്പുരാനിലെ പ്രിയപ്പെട്ട ബ്രദർ സിസ്റ്റർ ഡുവെ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. Ladies and gentlemen, I would like to call upon Priyadarshini Ramdas, the lady superstar, Akka Manju Warrior, joining with Jithin Ramdas, the one and only Tovino Thomas. ഞാൻ വന്നത് ഏട്ടൻ പറഞ്ഞിട്ടാണ് അല്ലേ? ഒരു ഗംഭീര കൈയടി. Come on, you can do better, ladies and gentlemen. Tovino Thomas and Manju Warrior. എനിക്ക് തോന്നുന്നു ലൂസിഫറിൽ നിന്നിട്ട് എമ്പുരാനിലേക്ക് വന്നപ്പോൾ ഇവർക്ക് പ്രായം വീണ്ടും ഭയങ്കരമായിട്ട് കുറഞ്ഞു തോന്നുന്നു അല്ലേ? മഞ്ജു പറയൂ, സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും നമസ്കാരം.
വലിയ സന്തോഷമുണ്ട്. 2 സന്തോഷങ്ങളാണ്. ഒന്ന്, ആശീർവാദ് ഫിലിംസിൻ്റെ എത്ര സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യമായിട്ട് കണക്ക് അറിയില്ല, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എന്തായാലും വലിയ സന്തോഷം. 25 വർഷം പൂർത്തിയാക്കുകയാണ്. ആൻ്റണി ചേട്ടനോടൊപ്പം നിൽക്കുന്ന വലിയ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്നും അതിൽ എനിക്കും ഭാഗമാവാൻ സാധിക്കട്ടെ എന്നും, ആൻ്റണി ചേട്ടൻ്റെ ഒരു അർപ്പണബോധവും ഒരു ദീർഘവീക്ഷണവും ഒക്കെ എന്നെ എപ്പോഴും വല്ലാതെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആൻ്റണി ചേട്ടൻ്റെ ആ ഒരു ഡെഡിക്കേഷനോടൊപ്പം തന്നെ ലാലേട്ടൻ എന്ന വലിയ വൃക്ഷത്തിൻ്റെ ഒരു ആശീർവാദത്തോടു കൂടി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ ആശീർവാദ് ഫിലിംസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പിന്നെ എമ്പുരാൻ, ലൂസിഫർ എന്ന എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്കും സിനിമ കണ്ടവർക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി. അപ്പോൾ പ്രിയദർശിനിയുടെ യാത്ര എമ്പുരാനിലൂടെ തുടരുകയാണ്. ലൂസിഫർ എന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനോടൊപ്പം, അതേപോലെ മുരളി ഗോപി എന്ന ബ്രില്യൻ്റ് എഴുത്തുകാരനോടൊപ്പം, ആൻ്റണി ചേട്ടനോടൊപ്പം, പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം, ടൊവിയോടൊപ്പം, എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് അഭിനേതാക്കളോടൊപ്പം എനിക്ക് വലിയ സന്തോഷത്തോടെ ചെയ്യാൻ സാധിച്ചൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ലൂസിഫറിൻ്റെ യാത്ര എമ്പുരാനിലും വളരെ സന്തോഷത്തോടെ തുടരാൻ സാധിക്കട്ടെ. ഈ ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സത്യമാവട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യം കഥ എൻ്റെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നീ ഭയങ്കര കയ്യടി മേടിക്കുമെന്ന്. പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ പടത്തിലും അതിനുശേഷം ഒരുപാട് വേദികളിലും ഞാൻ നിരന്തരമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുള്ള മറ്റ് സിനിമകളിലുള്ള ഈ സിനിമയിലെ ആ മുണ്ടെടുക്കാനും അറിയാം എന്ന് തുടങ്ങുന്ന ആ ഒരു ഡയലോഗാണ് എൻ്റെ അടുത്ത് എല്ലാ സിനിമയുടെ പ്രൊമോഷന് പോകുമ്പോഴാണെങ്കിലും ഉദ്ഘാടനത്തിന് പോയാലും എല്ലാത്തിനും സ്റ്റേജിൽ പ്രേക്ഷകരെ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അതാണ്. അത്രയും വിസിബിലിറ്റി, അത്രയും റീച്ച് എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു സിനിമയാണ്. അതിൽ ഞാൻ ഒരു 10 ദിവസം 15 ദിവസമാണ് അഭിനയിച്ചത്. പക്ഷേ അത് ആ സിനിമയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതേ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സിനിമയെയും ഞാൻ നോക്കിക്കാണുന്നത്. അന്ന് എന്നാൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആ സിനിമ എനിക്ക് അത്രയും വലിയ പ്രഷറോ അത്രയും അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തതല്ല. കാര്യം ഞാൻ ചെല്ലുമ്പോഴേ പറഞ്ഞിരുന്നു, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്, ബാക്കിയൊക്കെ നിങ്ങളുടെ റിസ്ക്കാണ്, നിങ്ങൾ എടുത്തോളൂ ആ റിസ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജുവേട്ടൻ്റെ അടുത്തും മുരളിച്ചേട്ടൻ്റെ അടുത്തും പറഞ്ഞിരുന്നു. അത് എനിക്കിങ്ങനെ ഉള്ളൊരു കരിയറിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സിലൊന്നായിട്ട് അത് വന്നു. ആ ക്യാരക്ടറിൻ്റെ മറ്റൊരു ഇനി 2ാം ഭാഗത്തിൽ വരുന്ന സമയത്ത് അത് വീണ്ടും ആ ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനും എല്ലാവരെയും പോലെ സിനിമ തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒപ്പം ആ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയ ആളുകളാണെങ്കിലും അതല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയ മറ്റ് ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. എപ്പോൾ എമ്പുരാൻ്റെ സെറ്റിൽ പോകുന്ന സമയത്താണെങ്കിലും ആ ഒരു സ്നേഹവും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ഈ എമ്പുരാനിൽ എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ കിട്ടി, മറ്റേതിൽ കിട്ടാത്തത് ഇല്ലാതിരുന്നത് കിട്ടിയിട്ടുണ്ട്. അതും ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ലാലേട്ട. പിന്നെ ആശീർവാദ് സിനിമാസിൻ്റെ 25 വർഷം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നരസിംഹ തിയേറ്ററിൽ പോയി കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 25 വർഷങ്ങൾക്ക് ഇപ്പുറം ഇത്രയും സിനിമകൾ, വലിയ ഹിറ്റുകൾ, ഗംഭീരമായിട്ടുള്ള സിനിമകൾ എല്ലാം മലയാള സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാൻ സാധിച്ച ആശീർവാദ് പ്രൊഡക്ഷൻസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അതിൻ്റെ നെടുന്തൂണായിട്ടുള്ള ആൻ്റണി ചേട്ടൻ തുടങ്ങിയ സമയം മുതലുള്ള കഥകൾ ഞാനിങ്ങനെ ആൻ്റണി ചേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഭയങ്കര അഡ്മിറേഷൻ തോന്നിയിട്ടുള്ളതാണ് പുള്ളി എങ്ങനെയാണ് ഓരോ സിനിമയ്ക്കും പുള്ളി അതിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എന്ന് അറിയുന്നത്. ഈ 2 സിനിമകളുടെ ഞാൻ കണ്ടിട്ടുമുള്ളതാണ്. അപ്പോൾ ആൻ്റണി ചേട്ടനും ആശീർവാദുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ആശംസകൾ, എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും ഉണ്ടാവട്ടെ. ഒപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ മഞ്ജു ടൊവി പിന്നെ ലൂസിഫറിൻ്റെ സമയത്ത് കണ്ടിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ ഒരു 4 years കഴിഞ്ഞു. അതിനിടയ്ക്ക് പുള്ളി തന്നെ ടെറൈനൊക്കെ മാറ്റി ശരിക്കും സിനിമകൾ ചെയ്തു. സറാർ ഉൾപ്പെടെ വലിയ സിനിമകളുടെ സെറ്റിലേക്ക് പോയി വീണ്ടും സിനിമ വന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ എമ്പുരാൻ കംപ്ലീറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഡയറക്ടോറിയൽ ഹാറ്റ് ചെയ്ത ആ പൃഥ്വിരാജ് സുകുമാരൻ 4 yearsലെ ആ ട്രാൻസ്ഫോർമേഷനിൽ ആ ഡയറക്ടറെ നിങ്ങൾ സെറ്റിൽ കുറേ കൂടെ കൂളായോ, കുറേ കൂടെ ലൈറ്റായോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? പുള്ളി ഫസ്റ്റ് പടത്തിൽ ഭയങ്കര കൂളുമായിരുന്നു, ഭയങ്കര എഫിഷ്യന്റും ആയിരുന്നു. ഞങ്ങൾക്ക് ജോലി ആക്ച്വലി വളരെ സുഖമായിരുന്നു. അതായത് രാജു പറയുന്നത് ചെയ്യാൻ ശ്രമിച്ചാൽ മതി.
പറയുന്നത് ചെയ്യാൻ ശ്രമിച്ചത്. അതെ, അത്രയും ക്ലാരിറ്റിയും ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാജുവിൻ്റെ ഒരു ക്ലാരിറ്റിയും കൺവിക്ഷനും ഒക്കെ. കാരണം എന്ത് വേണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് രാജുവിന് കൂടുതൽ വ്യക്തമായിട്ടുള്ള ധാരണയുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല സുഖമാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ ഒരു ഫേവറേറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 പേരിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും രാജുവിൻ്റെ പേര് അതിൽ തീർച്ചയായിട്ടും എനിക്കുണ്ടാവും. എപ്പോഴെങ്കിലും പൃഥ്വിരാജ് എമ്പുരാനിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ അത് കാണാൻ പറ്റിയ ആക്ടേഴ്സ് ഉണ്ടോ? പറയരുതെന്ന് അവിടെ എൻ്റെ അടുത്ത് എനിക്ക് എനിക്ക് ഞാൻ രാജുവിന്റെ അടുത്ത് ബാക്കി എല്ലാവർക്കും ജോർജിയ, അമേരിക്ക, ഈ പോവാത്ത രാജ്യങ്ങളൊന്നുമില്ല. എനിക്ക് മാത്രം കേരളത്തിൽ മാത്രം ഷൂട്ടിംഗ് ഉണ്ടായിട്ടുള്ള ഒരേ ഒരു ആക്ടർ ഒരു പക്ഷെ ഞാനായിരിക്കും. എവിടെയാണെന്നുള്ളതല്ലോ എന്താണെന്നുള്ളതല്ലേ കാര്യം. കണ്ടു. Okay, thank you so much. ഇപ്പൊ ലൂസിഫർ എന്നതിനെക്കാട്ടിലും തീർച്ചയായിട്ടും വലിപ്പം കൂടിയിട്ടേ ഉള്ളൂ എമ്പുരാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ സുഭാസ്കരൻ സാറിന്റെ ഒരു പ്രസൻസും കൂടി ഇതിൽ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇത് കൂടുതൽ മനോഹരമായിട്ടുള്ള, കൂടുതൽ വലിയ നല്ലൊരു, രാജു പറയുന്ന പോലെ ഒരു ചെറിയ സിനിമയാവട്ടെ എന്ന്. അതെ, അത് ഏകദേശം നമുക്ക് അത് തീരുമാനമാക്കിയിട്ടുണ്ട് ഇന്ന്. പ്രിയദർശിനി രാംദാസും കുറച്ച് വലുതായോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഈ സിനിമയിൽ. ഓക്കെ, Baki screen. Thank you so much, ladies and gentlemen. A huge round of applause for Manju Warrior and Tovino Thomas. Well, now, after Malayalam and Tamil, we are going straight to Hindi. We're going to have a look at the Hindi teaser of Empuran. This time, Empuran is speaking Hindi. Let's check that out. The Hindi version teaser. Well, moving on. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലൂസിഫർ മുതൽ, അല്ലെങ്കിൽ ലൂസിഫറിലെ തിരക്കഥ മുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരു തിരക്കഥയുടെ ഒരു ഭാഷയാണ്, അതിൻ്റെ ഒരു റൈറ്റിംഗ് ആണ്. ആ റൈറ്റർ എത്ര പോളിഷ്ഡ് ആയിട്ടാണ് ഒരു സ്റ്റൈലിഷ് ആയിട്ടൊരു സിനിമ നമ്മളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തത്. നമുക്ക് ഒരിക്കൽ കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ മുരളി ഗോപി, മുരളിച്ചേട്ടനെ വേദിയിലേക്ക്. ആ എമ്പുരാൻ്റെ ഒരു ജേർണി, അതോടൊപ്പം തന്നെ എല്ലാവരുടെ മനസ്സിൽ പല പല ക്വസ്റ്റ്യൻസ് സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ലൂസിഫർ, എംപുരാൻ, ഇറ്റ്സ് എ ട്രയോളജി. അതിനൊക്കെ ശരിക്കും കുറേ ആൻസേഴ്സ് സോഷ്യൽ മീഡിയാസിലൊക്കെ ഞാൻ മുരളിച്ചേട്ടൻ തന്നെ ഈയിടയ്ക്ക് പറയുന്ന കുറച്ച് ബൈറ്റ്സും ഒക്കെ കണ്ടു. പക്ഷേ എങ്കിലും മുരളിച്ചേട്ടിൽ നിന്ന് എംപുരാൻ്റെ ആ ഒരു ജേർണി. ഞാൻ ഏറ്റവും കുറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമാണിത്. ഇത് ആസ് യു സെഡ്, ഇത് ട്രയോളജിയാണ്. പക്ഷേ ഇതൊരു സ്റ്റാൻഡ് ലോൺ എക്സ്പീരിയൻസ്, ഒരു സിനിമാറ്റിക് വ്യൂയിങ് എക്സ്പീരിയൻസ് കൂടെ തരും എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു 3 പാർട്ട് ഫ്രാഞ്ചൈസാണ്. അതിൻ്റെ മിഡ് പീസാണിത്. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ മിഡ് പീസ് ഓഫ് ദ സാൻഡ്വിച്ച്. സോ ഇതൊരു സീക്വലോ പ്രീക്വലോ എന്ന് പറയുന്നതിനേക്കാൾ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് the dramatic and cinematic experience will be that of a standalone film. That much I have to say. Hope it is going to be a good experience. Anything else you would like to add, at this point of time? Absolutely nothing. And again, like all the people across the globe, because we have the print and visual media influencers from across the globe coming over here, watching Empuran. They're looking forward to Empuran. So it's like, Murali Gobi, particular character in this particular do you have any surprises, anything which you can share this particular moment? Absolutely not. How can I? ഏത് രീതിയിലൊക്കെ ഡെയിലി കൊടുത്തിട്ട് രക്ഷയില്ലല്ലോ. Thank you so much. A huge round of applause to Sri Murali Gobi. Thank you. ഇവരെല്ലാവരും വളരെ കരുതിക്കൂട്ടി തന്നെയാണ് ഇരിക്കുന്നത്. Doesn't matter, but the wait is only till 27th of March. Well, moving on, Andariki Namaskara. This one is a trailer, the teaser launch again happening in Telugu. We will have the Telugu version of Empuran right now. Let's have a look. For Sri Shangamamurthy sir from Red Giant Movies, I would like to invite him to the stage. A huge round of applause from Red Giant.
Thank you, Anthony, sir. And now next we have the Kannada teaser of Empuran for you. So this is Kannada teaser loading. Check that out. Teasers are officially available on YouTube and all the leading platforms. So don't forget to check out all these different teasers of Empuran. And don't forget to watch it on March 27th, ladies and gentlemen. Well, moving next. നമ്മളെല്ലാവരും ലൂസിഫർ കണ്ട സമയത്ത് മുതൽ തുടങ്ങിയ ഒരു ഹൈപ്പാണ്, ഒരു ബിൽഡപ്പാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാണ് എമ്പുരാൻ? When is Empuran getting released? People are so much glued into Stephen Nedumbolli. What is his next one? Like the Abraham Qureshi character. ഇതെല്ലാം ഇത്ര ഹൈപ്പ് വരുമ്പോഴും നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ഉള്ളത് ആ സംവിധായകന് മുകളിലാണ്. ആ കോൺഫിഡൻസ് ഉള്ളത് ആ ആക്ടറിൽ കൂടെയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. This is the time to welcome him. I would call him, I believe so, he's like that. He's a self-made actor. He's a self-made director. He's a self-made producer. And the son of a legendary father in Malayalam cinema, Sukumaran. Ladies and gentlemen, boys and girls, put your hands together to welcome one and only the director of Empuran, L2E Empuran, Sri Prithviraj Sukumaran. നമസ്കാരം. ഈ സംവിധായകൻ്റെ മുകളിൽ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയാണ്. കാരണം ദ ഫാക്ടേഴ്സ് ഞാൻ ഇപ്പോഴും എൻ്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്യുന്ന ഒരു ഐ എം ജസ്റ്റ് എ ഫിലിം മേക്കർ സ്റ്റിൽ ട്രൈങ് ടു ഫൈൻഡ് മൈ ക്രാഫ്റ്റ്. ആൻഡ് എസ്പെഷ്യലി ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന എത്രയോ ലെജൻഡറി ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിന് മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത്. എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി ഫിലിം മേക്കിംഗ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന സംവിധായകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചതാണ്. ദേ ആർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ടു ലേൺ ഫ്രം. ഇവിടെയുള്ള ഒരുപാട് സംവിധായകർക്കൊപ്പം ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. അവരുടെ സെറ്റുകളിലെ ഓരോ ദിവസവും ഓരോ സീനും ഓരോ ഷോട്ടും എനിക്ക് ഒരു ട്യൂഷൻ തന്നെയായിരുന്നു. സോ I keep telling a lot of people that when they see my films, അവർ ചോദിക്കും ആരാണ് ഇൻസ്പിറേഷൻ. സോ they think ബിക്കോസ് ഇതിൻ്റെ ഒരു സ്കോപ്പും സ്കേപ്പും എല്ലാം ഇങ്ങനെ രാജ്യത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ഏതോ ഹോളിവുഡ് സിനിമകൾ എൻ്റെ ഇൻസ്പിറേഷനൊക്കെ ഇരിക്കുന്ന ജോഷി സാറും ഷാജി ഏട്ടനും സത്യൻ സാറും ഒക്കെ തന്നെയാണ്. സിവി സാറുണ്ടെന്ന് എനിക്കറിയില്ല. സിവി സാറൊക്കെയാണ് എൻ്റെ ആക്ച്വലി ഭയങ്കര അപ്പം ഐ എം ബീൻ ബ്രോട്ട് അപ്പ് ഓൺ മലയാളം സിനിമ. സോ മൈ ഇൻസ്പിറേഷൻ ഇസ് ഓൾ ദീസ് ലെജൻഡ്സ് സിറ്റിംഗ് ഹിയർ. I have to switch to Malayalam now, unfortunately. So, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. I already done the courtesy of inviting and welcoming Laika to Malayalam cinema. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ സിനിമ ഇന്നിവിടെ ഈ സിനിമയുടെ റിലീസിന് നടക്കുമ്പോൾ. സോ ഐ ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് മൈ ഫാമിലി, സുപ്രിയ ആൻഡ് മൈ ഡോട്ടർ. സുപ്രിയയ്ക്കും എൻ്റെ മോൾക്കും ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ബിക്കോസ് ഐ സ്റ്റേ അവേ ഫ്രം ഹോം എ ലോട്ട്. എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് മാസങ്ങൾ ഫാമിലിയെ കാണാൻ പറ്റാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. നേരെ മറിച്ച് ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ പോകാം ഒക്കെ. അപ്പം മോൾക്കൊക്കെ എന്നോട് ചോദിക്കും ഡയറക്ഷനാണോ അടുത്ത അഭിനയമാണോ എന്ന്. അപ്പോൾ ബിക്കോസ് ഷീ തിങ്സ് ഡയറക്ഷൻ ആണെങ്കിൽ അയ്യോ ദേ വീണ്ടും പോയി എന്നുള്ളത്. സോ താങ്ക് യു ഫോർ പുട്ടിംഗ് അപ്പ് വിത്ത് ദി ആബ്സെൻസ്. താങ്ക് യു ഫോർ ഡീലിംഗ് വിത്ത് ആൻ ആബ്സെൻറ്റി ഫാദർ ആൻഡ് ഹസ്ബൻഡ്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, എൻ്റെ സുഹൃത്ത്, മൈ ബ്രദർ, മൈ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ. നമ്മൾ ഈ സിനിമയെക്കുറിച്ച് നമ്മളിങ്ങനെ സ്വപ്നം കാണുമ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ കുറച്ച് എക്സെൻട്രിസിറ്റി ഉള്ള ആൾക്കാരാണ്, കുറച്ച് വട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആക്ച്വലി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമായിരുന്നു എൻ്റെ അത്ര വട്ടുള്ള വേറെ ആരുമില്ലെന്ന്. എന്നെയൊക്കെ വട്ടുള്ള ഒരാളുണ്ട് ആക്ച്വലി, അതാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഞാൻ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആദ്യം ഇതിൻ്റെ ഐഡിയ പറയുന്നത് മുതൽ ഇത് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാകുന്ന ആള് എന്നെ സംബന്ധിച്ചിടത്തോളം ആന്റണി പെരുമ്പാവൂറാണ്. ഞാൻ എൻ്റെ ഒരു ഷൂട്ട് സ്ക്രിപ്റ്റ്, മുരളി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാനും മുരളിയും കൂടെ ഉള്ളൊരു മൽപ്പിടുത്തമുണ്ട് കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞ് വെൻ ബോത്ത് ഓഫ് us are mutually on a same place, അപ്പോഴാണ് ഞാൻ എൻ്റെ നിർമ്മാതാവിനോടും എൻ്റെ മെയിൻ ലീഡ് സ്റ്റാറിനോടും സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എമ്പുരാൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദിൻ്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആന്റണിയോടും നറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലാലേട്ടൻ ആസ് യൂഷ്വൽ ആന്റണി ആ കുട്ടി 5-6 ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷേ
അന്നത്തെ നറേഷനിൽ മൂപ്പർക്ക് മനസ്സിലായതാണ് ഈ സിനിമ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ ബാക്കി വന്നിരുന്ന് പറയും, അണ്ണ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് ഒക്കെ ചോദിക്കുമെങ്കിലും ഞാൻ എപ്പോഴും പറയും, എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ പോലെ, എൻ്റെ ചീഫ് ടെക്നീഷ്യൻസിനെ പോലെ തന്നെ എൻ്റെ സിനിമ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ താങ്ക് യു എന്നെ സഹായിച്ചതിന്. നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി ഒരു വലിയ പടമൊക്കെ ചെയ്യണം കേട്ടോ. അടുത്തത് ഓഫ്കോഴ്സ് ഞാൻ എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിയില്ല. ലാൽ സാറിനോട്, ഞാൻ ഇപ്പോൾ ലാലേട്ടനെ വിളിക്കാം, ലാലേട്ടനോടാണ് ആക്ച്വലി. കാരണം ദിസ് ഹോൾ തിങ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇഫ് നോട്ട് ഫോർ ഹിം. ഇതിപ്പോൾ ഈ പറയുമ്പോൾ ഭയങ്കര ഒരു ഈ ഡയറക്ടർ വന്നിട്ട് സിനിമയിലെ സ്റ്റാറിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും. ഐ നോ ദർ ഇസ് എ ബിറ്റ് ഓഫ് എ ക്ലീഷേ ഇൻ ഇറ്റ്. പക്ഷെ ഞാൻ ലൂസിഫർ ചെയ്യുമ്പോൾ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ, അത് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. എനിക്ക് സിനിമ എടുക്കാൻ അറിയോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഒന്ന് എൻ്റെ പ്രൊഡ്യൂസർ ഒരു ഭയങ്കര വലിയ ഒരു പണ്ട് എടുത്തു, ദാറ്റ് ഓക്കെ ഇയാൾ കഥ പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, ഏതെങ്കിലും ഒരു സീക്വൻസ് അതെങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂർ, അണ്ണ ലാൽ സാർ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോഴെനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ലാലേട്ടൻ്റെ ക്യാരവനിൽ പോകും. അപ്പോൾ ലാൽ ചോദിക്കും, മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് മോൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ നിർമ്മാതാവ് സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, ചേട്ടാ അത് ഇങ്ങനെയാണ്, അങ്ങനെ നമ്മൾ എൻ്റെ കൂടെ ആ സീക്വൻസിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ പറയും, ഉറപ്പായിട്ട് ആവശ്യമുണ്ട് ചേട്ടാ. ആന്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ട്, അയാൾക്കത് ചെയ്തു കൊടുക്കുമെന്ന്. അപ്പം ഇമ്മീഡിയറ്റ് ലാലേട്ടൻ. അപ്പൊ അങ്ങനെ എന്നോടൊപ്പം ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമായിട്ട് മാത്രമല്ല, ആക്ച്വലി എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ 2 സിനിമകളിൽ എന്നോടൊപ്പം നിന്നത് ലാൽ സാറാണ്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ കരിയറിൽ ഞാൻ അഭിനയിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും നിർമ്മിച്ച സിനിമകളും ഒക്കെ തന്നെ എൻ്റെ കരിയറിൽ ഐ ഹാവ് നോട്ട് ബീൻ പാർട്ട് ഓഫ് അനദർ ഫിലിം ദാറ്റ് ഹാസ് ഹാഡ് ടു ഫേസ് സോ മെനി ഒബ്സ്റ്റക്കിൾസ് ഫ്രം വെദർ. റൈറ്റ് ഫ്രം a very first schedule in Leh Ladakh to a very last schedule in Palakkad. And in between this, we pretty much traveled around the world. Every country, every place, we had run-ins with weather. But what happens is obviously a lot of money goes waste. പൈസ ഒരുപാട് ചിലവാകും, നമ്മൾ ഷൂട്ടിംഗ് ഇല്ലാതെ വലിയൊരു ക്രൂ വെറുതെ ഇരിക്കുന്നു. ആൻഡ് എ ലോട്ട് ഓഫ് ടൈം ഗോസ് വേസ്റ്റ്. അപ്പോൾ എക്സ്ട്രീംലി ബിസി ആയിട്ടുള്ളൊരു സമയത്താണ് ലാൽ സാറിനെ ഞാൻ ഗുജറാത്ത് സ്കെഡ്യൂളിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്, എൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻസിൻ്റെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്. ആഴ്ചകൾ ലാൽ സാർ ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്നും രാവിലെ ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിന് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നില്ല, കാരണം ഭയങ്കര മഴയായിരിക്കും. ഇപ്പം ഞാൻ ലാൽ സാറിൻ്റെ റൂമിലേക്ക് ചെല്ലുന്ന ഇത് പറയാനാണ്, സാർ ഇന്നും ഷൂട്ടിംഗ് നടക്കില്ല, അപ്പോൾ ഇന്ന് വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഉള്ളിൽ ഇത് ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഈ സിനിമയുടെ സംവിധായകൻ ഇത് തീർക്കാൻ വേണ്ടി നിൽക്കുന്നു, അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ നിന്നാണല്ലോ വന്നത്. അതിൻ്റെ ഒരു 5-ാമത്തെ 6-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ്. ഒരു ദിവസം ഞാൻ പോയിട്ട് സാർ സോറി ഇന്നും ഷൂട്ട് നടക്കില്ല. അപ്പോൾ എൻ്റെ ആദ്യം പറഞ്ഞ മോനെ അത് കുഴപ്പമില്ല, മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതൊന്നും ഒരിക്കലും മറക്കില്ല. It is not just a big memory for me as a filmmaker. It is a lesson for me as an actor. അപ്പോൾ താങ്ക് യു ലാലേട്ട for being who you are. ലാലേട്ടൻ ഇല്ലെങ്കിൽ without you I don't know if any of this will happen. I don't know if ഞാനൊരു ഡയറക്ടർ ആകുമായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. കാരണം I keep saying I was an accidental director. മുരളി my brother വളരെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരു വിഷയം പറഞ്ഞത് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ഞാനത് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ അത് ആന്റണി പെരുമ്പാവൂരിനോടും ലാൽ സാറിനോടും പിച്ച് ചെയ്യുന്നു. ലാൽ സാർ അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡയറക്ടർ ആയത്. സോ ഐ കംപ്ലീറ്റ്ലി ഓ മൈ ഡയറക്ടോറിയൽ കരിയർ ആക്ച്വലി ടു ലാൽ സാർ, ആന്റണി ആൻഡ് മുരളി. ആൻഡ് കമ്മിങ് ടു മുരളി, ഹീ ഈസ് ദ റീസൺ ദാറ്റ് ഐ എം ഡൂയിങ് ദിസ് നൗ. ബിക്കോസ് ഞാൻ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി മുരളിയെ കണ്ട ഒരാളല്ല. നമ്മൾ മറ്റൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ. ആൻഡ് ലൂസിഫർ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വി ന്യൂ ദാറ്റ് ഇതൊരു സിനിമയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയല്ല. അന്ന് ആക്ച്വലി ഈ പാർട്ട് 1 പാർട്ട് 2 ഒന്നും അങ്ങനെ വലിയ ഫാഷനബിൾ അല്ല. നമ്മളൊരു സിനിമയുടെ 3-ാം ഭാഗം അല്ലെങ്കിൽ 2-ാം ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ കുറച്ചെങ്കിലും ഒന്ന് നെറ്റി ചുളിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി അന്ന് പാർട്ട് 1 ചെയ്യുമ്പോൾ
വി ഡിസൈഡഡ് നമ്മൾ തന്നെ പാർട്ട് 2 കുറിച്ചൊന്നും ഇപ്പോൾ പറയരുത്, കാരണം പാർട്ട് 2 ഓടിയിട്ടില്ലേ കാര്യമുള്ളൂ. ഇപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ പോരെ. വൈ ഐ എം കമ്മിങ് ഹിയർ ഇസ് പാർട്ട് 1 എന്ത് സംഭവിച്ചു പാർട്ട് 1 എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. സോ മുരളി ആൻഡ് ഐ ആസ് കോ ക്രിയേറ്റേഴ്സ് ആക്ച്വലി അവസാനമായി ഒരു വലിയ താങ്ക്സ് പറയേണ്ടത് സിനിമാ പ്രേക്ഷകരോടാണ്. കാരണം അവർ ലൂസിഫർ പാർട്ട് 1 തന്ന ആ മഹാവിജയമാണ് എമ്പുരാൻ എന്ന സിനിമ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം. ഇഫ് നോട്ട് ഫോർ ദാറ്റ് ദിസ് ഫിലിം വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു വളരെ അംബീഷ്യസ് ഒരു ഫിലിമാണ് എമ്പുരാൻ. അതിന് എന്നോടൊപ്പം നിന്ന് ഒരുപാട് പേരുണ്ട്. നേരത്തെ എൻ്റെ 4 ചീഫ് ടെക്നീഷ്യൻസിന് നിങ്ങൾ സ്റ്റേജിൽ പരിചയപ്പെട്ടു. എൻ്റെ DOP, എൻ്റെ എഡിറ്റർ, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആൻഡ് മൈ മ്യൂസിക് ഡയറക്ടർ. അവർ 4 പേര് മാത്രമല്ല, എൻ്റെ ഒരു വലിയ ടീമുണ്ട്. എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ സുധാകരനുണ്ട്, മൈ മേക്കപ്പ് മാൻ ശ്രീജിത്ത് ഗുരുവായൂരുണ്ട്, ബിഗ് ടീം. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വാവയുണ്ട്, എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ നിർമ്മൽ സഹദേവ് ഉണ്ട്, എൻ്റെ അസിസ്റ്റൻസ് ഉണ്ട്. I believe I have the world's best team. ലോകത്തിലെ ഏറ്റവും നല്ല ടീം എൻ്റെ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആൻഡ് എന്നോടൊപ്പം ഉള്ള ഈ സിനിമയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത ടീം ലോകത്തിലെ ഏത് ഇൻഡസ്ട്രിയിലെ എത്ര വലിയ സിനിമ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീമാണ്. ആൻഡ് ദാറ്റ് ഐ നോ ഫോർ ഷുവർ. അപ്പോൾ ആ ടീമിനോട് എനിക്കൊരു നന്ദി പറയണം. കാരണം എനിക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന്, എന്നോടൊപ്പം നിന്നതിന്, എൻ്റെ ദേഷ്യവും ഒക്കെ ഹാൻഡിൽ ചെയ്തതിന്, എൻ്റെ വിഷനെ ഗൈഡ് ചെയ്തതിന്, എങ്ങനെ ഓരോ സീനും എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചതിന്, ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്നോടൊപ്പം നിന്ന് എൻ്റെ വിഷനെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സ്വപ്നം കണ്ട ആ സിനിമയുടെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിക്കാൻ എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ ഒരു വലിയ ടീമുണ്ട്. ഫ്രം മൈ associate director, from my chief technicians to the production boy who worked in this film. Everyone is equally deserving of ownership of this film. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. കേട്ടില്ല? 3 അത് പ്രൊഡ്യൂസറിനെ ഡയറക്ട്ലി ചോദിക്കാണ്. 3 ഒരു നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താണ്, അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പൃഥ്വിരാജ് ഇവിടെ? അതെ, അല്ല അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഈ പാർട്ട് 2 ഒരു വലിയ വിജയമാവട്ടെ. നമുക്ക് 3 ഇതുപോലെയല്ല, കുറച്ച് വലിയ പടമാണ്. അപ്പോൾ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് 3 സംഭവിക്കുക. പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കഥ തീരണ്ടേ. നമ്മൾ ഇപ്പോ പാർട്ട് 1 നമ്മൾ കൊണ്ട് തീർത്തത് വേണമെങ്കിൽ പാർട്ട് 2 ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ. എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു പാർട്ട് 2 തീരുമ്പോൾ പാർട്ട് 3 ഇല്ലെങ്കിൽ കഥ ഫുൾ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ്. അപ്പോൾ സോ അത് ഐ ഹാവ് ടു സേ. കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിന്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്നൊരു പോയിന്റിലാണ് ഈ സിനിമ തീരുന്നത്. അപ്പോൾ അത് പാർട്ട് 3 ചെയ്യാൻ പറ്റട്ടെ, അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ. അതെ, നിൽക്കട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച് all of you. Thank you Magar sir for all your kind words. And once again, it's great to have you be part of this really special evening. And yeah, there's a lot of work to be done before 27th of March. We are all working day and night. We hope we are able to deliver a product, a piece of cinema that is worthy of your love and your adoration. And yeah, see you all in theaters on the 27th of March. Thank you. അതിന് മുന്നോടിയായിട്ട് വേറൊരു കാര്യം കൂടെ പെട്ടെന്ന് ചോദിക്കാന്ന് വെച്ചാൽ, ഇത് ലൈക്ക് ഐ മീൻ ഒരു ജെന്യുവൻ ആയിട്ട് ചോദിക്കുകയാണ് രാജു. കാര്യം വേറെ ഒന്നുമല്ല, ലൈക്ക് എംപറനെ കുറിച്ച്, ലൂസിഫറിനെ കുറിച്ചൊക്കെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇൻഹിബിഷൻസ് എല്ലാം ഉണ്ടാവും. പക്ഷേ എങ്കിലും ജെന്യുവൻ ആയിട്ട് ലൈക്ക് ഓൾ ദീസ് കൈൻഡ് ഓഫ് ലൈക്ക് ചെറിയ പടം വലിയ പടം എന്തെല്ലാം മാറ്റിയിട്ട് ഡയറക്ടറുടെ POVയിൽ നിന്ന് എമ്പുരാൻ കാണാൻ വരുന്ന പ്രേക്ഷകരോട് പൃഥ്വിരാജ് സുകുമാരന് ജെന്യുവൻലി പറയാനുള്ള എന്താണ്? ലൈക്ക് എനിക്കൊന്നും പറയാനില്ല ആക്ച്വലി. ദ ഫാക്ട് ഇസ്, ഞാൻ ഇവിടെ നിന്ന് എൻ്റെ സിനിമ ഇതാണ് അതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അവർക്കിത് എന്ത് തരം സിനിമയാണെന്ന് തോന്നുന്നോ അതാണ് ഈ സിനിമ. യുനോ, once I make a film and I put it in front of the audience,
they own the film. I no longer own the film. The audience, what the film communicates to the audience, and finally what the audience thinks the film is, that is what the film is. അല്ലാതെ ഞാൻ റിലീസിന് ശേഷമോ റിലീസിന് മുൻപോ സത്യത്തിൽ എൻ്റെ സിനിമ ഇതാണ്, എൻ്റെ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഇതാണെന്ന് പറഞ്ഞിട്ട് there is no point. So I hope മുരളി എഴുതിയ, ഞാൻ കൺസീവ് ചെയ്ത സിനിമ ഞങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ, ഞങ്ങൾ ഉദ്ദേശിച്ച ഡയമെൻഷൻസിൽ പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളൂ. അല്ല, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഐ സ്റ്റിൽ മെയിൻറ്റെയിൻ ഇതൊരു സാധാരണ ഒരു മെയിൻ സ്ട്രീം പടമാണ്. അല്ലാതെ അതിന് വേറെ അല്ലാതെ വേറെ ഒന്നും ഇതിലില്ല ഈ സിനിമയിൽ. രണ്ടും സ്റ്റാൻഡ് അലോൺ ആണെന്ന് മുരളിച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കണ്ട ആ ഒരു ആവേശത്തിൽ ലൂസിഫർ കഴിഞ്ഞിട്ട് വരുന്ന എമ്പുരാന് എബ്രഹാം ഖുറേഷിയിലേക്ക് വരുമ്പോൾ ഡു ദേ നീഡ് ടു കം? ഒന്നുമില്ല, ജസ്റ്റ് ദേ ക്യാൻ കം ഫ്രീ ആൻഡ് വാച്ച്. ജസ്റ്റ് കം ഓപ്പൺ മൈൻഡഡ്. ഞാൻ എവറിത്തിങ്, ഇപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ട ടീസർ ആണെങ്കിലും ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഐ ട്രൈ ആൻഡ് സ്റ്റേ ആസ് ഓണസ്റ്റ് ആസ് പോസിബിൾ. നിങ്ങൾ സിനിമയിൽ കാണാത്തതൊന്നും ടീസറിലോ പോസ്റ്ററിലോ ഒന്നും അങ്ങനെ ഞാൻ കാണിക്കാറില്ല. മേ ബി ഐ ഹാവ്, ഇപ്പം നിങ്ങൾ ഈ കണ്ട ടീസറിൽ ഒരു 3-4 ഷോട്ട് ഉണ്ടാവും ഈ ഒരു ടീസറിന് വേണ്ടി ഷൂട്ട് ചെയ്തത്. ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ അകത്ത് ഒറിജിനലി സിനിമയിൽ നടക്കുന്ന സീക്വൻസ് എനിക്ക് സിനിമയിൽ ടീസറിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് ഷോട്ട് സംതിങ് ഇൻ ദാറ്റ് ലൊക്കേഷൻ ജസ്റ്റ് ഫോർ the promo, but the overall premise and the mood is very honest. നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് സിനിമയിലും കാണാൻ പോകുന്നത്. ഓഫ് കോഴ്സ് ഇത് കാണിക്കാത്ത കുറേ കാര്യങ്ങൾ സിനിമയിലുണ്ട്. പക്ഷെ കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എപ്പോഴും ഏത് സിനിമയാണെങ്കിലും, അത് എമ്പുരാൻ എന്നല്ല, ഏത് സിനിമയാണെങ്കിലും your best viewing experience would be when you walk into a cinema hall, not preempting what you're going to see. Just grab a bag of popcorn, come with an open mind, and just try and enjoy what you see, and maybe you like what I've made. That's all that I can hope for. Yeah. Just experience എമ്പുരാൻ അല്ലേ? Yeah, I mean, not just എമ്പുരാൻ, any film, ഏത് പടമാണല്ലോ അങ്ങനല്ലേ കാണുന്നത്. ഇനി അടുത്തത് ഞാൻ എന്താ പറയാ, ഞാനാണ് വിളിക്കേണ്ടതെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് എമ്പുരാനെ അതിന്റെ സംവിധായകൻ രീതിയിലേക്ക്. അപ്പോൾ ലാലേട്ട, ലാൽ സർ, അബ്രാം, സ്റ്റീഫൻ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. Ladies and gentlemen, the one and only Mohanlal sir, the actor, the hero, with the director. Good evening. Mr. Subhaskar, thank you so much. Thank you, Laika, for joining hands with us, with Ashirwad, to make this happen in Emparan. Emparan കുറിച്ച് എന്താ പറയണ്ടേ? അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, യു വാസ് ക്ലെയിമിംഗ് ദാറ്റ് ഈസ് എൻ ആക്സിഡൻ്റൽ ഡയറക്ടർ എന്നുള്ളതല്ലേ. ഇറ്റ്സ് നോട്ട് എ കറക്റ്റ് തിങ്. യു ആർ ദ ചോസൺ വൺ ഫോർ ദിസ്. ഇല്ല, ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സിനിമ മാറുകയാണ്. ആ സിനിമയുടെ മാറ്റത്തിനൂടെ സഞ്ചരിച്ചിട്ട് ഒരു പുതിയ ദൃശ്യാനുഭവം കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ലൈക്ക് മകേഷ് തിരുമേനി പറഞ്ഞതുപോലെ, he's a very cruel director. He'll extract what he wants from us, and that is a way to do the film. അപ്പോൾ ആ സിനിമയിൽ എന്തുകൊണ്ടാണ് ആ സിനിമയിൽ ആക്ടേഴ്സ് നന്നാകുന്നത്? ബിക്കോസ് ഓഫ് ദി ഡയറക്ടർ. നമ്മൾ ഏത് സിനിമ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. ഇവിടെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾക്കാർ. ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. സോ ആസ് ആൻ ആക്ടർ ഐ ഹാവ് ഹൈ ഹോപ്സ് ഓൺ ഹിം. ഹി വിൽ ബി one of the best directors in India, of course. That is going to be. Because അങ്ങനത്തെ സിനിമകളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത്. ആൻഡ് ദാറ്റ് ഇസ് വൈ യു ആർ ഡിസ്റ്റൈൻഡ് ടു ഡു ഫിലിംസ് ലൈക്ക് ദിസ്. സോ ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അതിന് ഞങ്ങളൊക്കെ കാരണക്കാരായി എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയെ അവരുടെ ഫാമിലിയായിട്ടൊക്കെ അറിയാം. അതുകൊണ്ടല്ല, ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ദ വേ ദ ലെൻസിങ്, ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്യേണ്ടതൊക്കെ, അതൊക്കെയാണ് ആ സിനിമയുടെ വിജയം. എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ട വിധത്തിൽ ഓരോ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഡയറക്ടർ. സോ കമ്മിങ് ടു എമ്പുരാൻ, ലൈക്ക് പൃഥ്വി സെഡ്, വി ഹാഡ് ലോട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഓൾ വിത്തിൻ അസ്. അത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ആൻഡ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. ലൈക്ക് ചെമ്പമൂർത്തി സാർ,
Tamil Kumaran, rest of the people, and Magirchi, Tirumeni for joining with us. And let us make it as a very big film. And definitely, we need support from you people. Like, we have to do big films. Nammade industry slowly ഭയങ്കര ഒരു ഓപ്പണിംഗ് ആണ് ഫിലിം ഇൻഡസ്ട്രി, എസ്പെഷ്യലി ഫ്രം സൗത്ത് നോർത്ത് എന്നൊന്നും ഇല്ലെങ്കിലും സൗത്തിലെ സിനിമ എന്നാണ് പറയുന്നത്. സോ ഞാൻ എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാവരും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത് വെൻ ഈസ് എമ്പുരാൻ ഗെറ്റിംഗ് റിലീസ്ഡ്. കാര്യം ഞങ്ങളെല്ലാം ലൂസിഫർ കണ്ടാണ് എന്നാണ് ഈ സിനിമ. സോ ആ സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട്. ആ മാജിക്ക് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. താങ്ക് യു മുരളി, നിങ്ങളുടെ പേനയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ലൂസിഫർ, എമ്പുരാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന ആളാണ്. ഇനി മൂന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം എന്താണ് പേരിടുന്നത് എന്നെനിക്കറിയില്ല. അത് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സിനിമയായിട്ട് ഈ 3 സിനിമയെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിന് അറിയാം ആക്ച്വലി. അപ്പോൾ ലാൽ സർ അല്ല, എസ്പെഷ്യലി ആൻ്റണി, താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് അസ്, എന്നെയും അല്ലെങ്കിൽ തീർച്ചയായിട്ടും പൃഥ്വിയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമയുടെ പുറകെ സഞ്ചരിച്ചു. എനിക്കറിയാം ആൻ്റണി എങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്, എത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചു. ടേക്കൺ എ ലോങ് ഓഫ് പെയിൻ. അത് പെയിൻ എന്നുള്ള വാക്കാണ് കറക്റ്റ്. എല്ലാ സിനിമയും അങ്ങനെയാണ്. ആൻഡ് വി റെസ്പെക്റ്റ് അവർ പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് എൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. എല്ലാവരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഒരു പ്രൊഡ്യൂസറുടെ വേദന എനിക്കറിയാം. ലൈക്ക് ഹീ സെഡ്, ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ക്ലൈമറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ദിവസം ഞങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വന്നു. ഇറ്റ്സ് ഇൻ ഗുജറാത്ത്. നമ്മുടെ പക്ഷേ യൂണിറ്റ് ചെറുതായിരുന്നു. കാര്യം പൃഥ്വി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. 400 പേരൊക്കെ ഉണ്ടാവുള്ളൂ. 300-400 ആൾക്കാരായതുകൊണ്ട് ഇറ്റ്സ് എ സ്മോൾ യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് എ സ്മോൾ ഫിലിം. ആൻഡ് ഐ വാണ്ട് ടു നോ വാട്ട് ഹി മീൻസ് ബൈ എ ബിഗ് ഫിലിം ആൻഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ആൻഡ് ഞാനും അതിലുണ്ടാകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു ഈച്ച് ആൻഡ് എവരി വൺ. ആൻഡ് പൃഥ്വി പറഞ്ഞതുപോലെ പൃഥ്വിയുടെ യൂണിറ്റ് ഈസ് സോ ഗുഡ്. എനിക്ക് ഒരുപാട് സിനിമ, ഞാനൊരു 370 സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ the commitment of the people who are working with Prithvi is fabulous. എല്ലാവരും എല്ലാ സിനിമകളിലും അങ്ങനെ വേണമെന്നാണ് ഞാൻ. ഐ റെസ്പെക്ട് പീപ്പിൾ വർക്ക്സ്. അത് അത്രയും ഡെഡിക്കേഷനോട് കൂടിയാണ് ആ സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആ സിനിമയിലുണ്ടാകും. ആൻഡ് ഇപ്പോൾ ഈ സമയത്ത് എമ്പുരാനിൽ വർക്ക് ചെയ്ത എല്ലാവരെയും, അങ്ങനെ നമ്മുടെ ഡയറക്ഷൻ സൈഡിലല്ല, എല്ലാവരെയും, ക്യാമറ ആയാലും എനിക്കൊരു ഗ്ലാസ് ഒരു വെള്ളം കൊണ്ട് തന്നാളെ പോലും ഞാൻ ഈ സമയത്ത് ഞാൻ ബഹുമാനത്തോടെ ഞാൻ കാണുന്നു. നമുക്ക് ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മൾ വെൻ വി സ്റ്റാർട്ട് എ ഫിലിം, ഇറ്റ്സ് അവർ ഹോപ്പ് ദാറ്റ് ദിസ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്. അതേ ഹോപ്പോട് കൂടി വി ആർ മൂവിങ്. ലെറ്റ് ഇറ്റ് ബി എ ബിഗ് സക്സസ്. ആൻഡ് താങ്ക്സ് once again. Laika Subhaskar, he couldn't come, but just convey our love and regards to him. Thank you very much and have a wonderful night. Thank you. താങ്ക് യു സോ മച്ച് ലാലേട്ട. പേര് ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ സിനിമ ഉടനെ ഉണ്ടാവാൻ, ഈ എമ്പുരാൻ റിലീസ് ചെയ്ത അടുത്ത ദിവസം മുതൽ അതാണ് പേര്. എനിക്ക് സത്യമായിട്ട് അറിയില്ല. നിങ്ങളെല്ലാവരും പതുക്കെ അറിഞ്ഞാൽ മതി. താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ ടേക്ക് ഓണേഴ്സ് ഓൾസോ ഇൻ ഇൻവൈറ്റിംഗ് ലാൽ സർ ജോയിൻ ചെയ്യുക ഇവിടെ തന്നെ. കൈൻഡ്ലി സ്റ്റേ രാജു. ആന്റണി ചേട്ടൻ, I would also like to call upon the team Laika to join from Shanmugamurthy, so from Giant, Red Giant, and also the whole team who had worked for big thanks to all the media people who have come across all over from India, and thank you very much.